ജീവിതത്തിലെ ചില താല്പര്യങ്ങൾ, ചില സൗകര്യങ്ങൾ അവർക്കതിന് തടസ്സമാണ്. പലർക്കും തടസ്സം ദുനിയാവാണ്. ദുനിയാവ് തടസ്സം നിൽക്കുന്നത് കൊണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധത കാണിക്കാതെ പോയ എത്ര ആളുകളുണ്ട്. ഇസ്ലാമിനെ പറ്റി മനസ്സിലാകായിട്ടൊന്നുമല്ല, ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ശരിയായ നിലക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇനി അവർ അന്വേഷിക്കാൻ ബാക്കിയില്ല, അത്രത്തോളം മനസ്സിലായിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരൻ ഈ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റിയിട്ട് ഇസ്ലാമിലേക്ക് വരാൻ എനിക്ക് സാധിക്കൂല എന്ന് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അസ്ലിം, നീ മുസ്ലിം ആയിക്കോ, ഒറ്റ കാര്യം നീ സ്വീകരിച്ചാൽ മതി, നീ കളവ് പറയരുത്. കളവ് പറയുക എന്ന ദുസ്വഭാവം പൂർണ്ണമായും നീ ഉപേക്ഷിക്കണം. എപ്പോഴും സത്യം മാത്രമേ പറയൂ എന്ന് നിശ്ചയം ചെയ്ത് നീ ഇസ്ലാമിലേക്ക് വന്നോ എന്ന് പറഞ്ഞു. അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഒരു കാര്യമല്ലേ എന്നോട് ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, ഒറ്റ കാര്യമല്ലേ എന്നോട് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളൂ, അത് ഞാൻ സ്വീകരിക്കാം. കള്ളം പറയൂല, കളവ് പറയൂല എന്ന പ്രതിജ്ഞയോടെ, സത്യം മാത്രമേ പറയൂ എന്ന ഉറപ്പോടെ ഷഹാദത്ത് കലിമ ചൊല്ലി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മുന്നിൽ വിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിച്ചു. ഇങ്ങനെ അദ്ദേഹം ആ സദസ്സിൽ നിന്ന് ഇസ്ലാമിന്റെ ബാലപാഠങ്ങളൊക്കെ മനസ്സിലാക്കി പിരിഞ്ഞു. സത്യത്തിൽ ഷഹാദത്ത് കലിമ ചൊല്ലിയ ആള് സ്വഹാബി എന്ന് പറയുന്ന ഒരു പദവി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ തങ്ങളോടൊപ്പം മുഅ്മിനായ നിലക്ക് ഒരു സെക്കൻഡ് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിക്കുന്ന ആളാണ് സ്വഹാബി എന്ന് പറയുന്നത്. കാണണം എന്ന് നിബന്ധനയില്ല. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ കാഴ്ചയില്ലാത്തവരുണ്ടല്ലോ. ഹദീസ് റിപ്പോർട്ട് ചെയ്യണം എന്നും നിബന്ധനയില്ല. ഹദീസ് റിപ്പോർട്ട് ചെയ്യാത്ത സ്വഹാബിമാരും ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മുഅ്മിനായ നിലക്ക് ഒരു സെക്കൻഡ് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യൻ വലിയ ഭാഗ്യവാനാണ്. ഈ ഉമ്മത്തിൽ, ഈ സമുദായത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ളവരാണ് സ്വഹാബിമാർ. അവരത്ര ബഹുമാനം ഉള്ളവർ ആരാണ്? പരിശുദ്ധ ഖുർആനിൽ എത്രയാണ് അവരെ പറ്റി അല്ലാഹു തആല ബഹുമാനം പറഞ്ഞത്. അപ്പൊ ഈ ഷഹാദത്ത് കലിമ വലിയ ചെറുപ്പക്കാരൻ ഇപ്പൊ എന്തായി മാറി? മുസ്ലിമായി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സ്വഹാബിൻ കൂടിയായി. പക്ഷേ അദ്ദേഹത്തിനൊരു കണ്ടീഷനുണ്ട്. ഒരിക്കലും കള്ളം പറയരുത്, സത്യം മാത്രമേ പറയാവൂ. ഒരൊറ്റ ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. അലാ അൻ തുഖല്ലിയൽ കദിബ, കള്ളം പറയുന്നത്, കളവ് പറയുന്നത് നീ ഒഴിവാക്കണം എന്ന നിലക്ക് നീ ഇസ്ലാമിലേക്ക് വന്നോ. ആ ഒരൊറ്റ നിബന്ധന പാലിച്ച് വിശുദ്ധ ദീനിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരൻ, എന്റെ മാന്യ മുസ്ലിം സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായപ്പോ വൈകുന്നേര സമയത്ത് തന്റെ കൂട്ടുകാര് വരുന്നു. ഏത് കൂട്ടുകാര് എന്നറിയുമോ? സർവ അധർമ്മങ്ങൾക്കും തന്റെ കൂടെ നിൽക്കുന്ന കൂട്ടുകാർ. ഒരിക്കലും അവര് കൂട്ടുകാരല്ല, പൈശാചിക സ്വഭാവം ഉള്ള ആളുകളാണ്. പിശാചിന്റെ സ്വഭാവമല്ലേ അവർക്കുള്ളത്. അതുകൊണ്ടാണ് അധാർമികത്ത് കൂട്ടു നിൽക്കുന്നത്. മനുഷ്യന്മാരെ കൂട്ടത്തിലെ പിശാചുക്കൾ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് അവരെ പറ്റിയാണ്.
രണ്ട് കൂട്ടത്തിലുമുണ്ടല്ലോ ശൈത്താൻമാര്, ശയാത്തീനൽ ഇൻസി വൽ ജിന്നി. മനുഷ്യന്മാരെ കൂട്ടത്തിലും പിശാചുക്കളുണ്ട്, ജിന്നുകളെ കൂട്ടത്തിലും പിശാചുക്കളുണ്ട്. മനുഷ്യന്മാരെ കൂട്ടത്തിലെ പിശാചുക്കൾ ആരാണ്? അധർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, അധാർമികതയ്ക്ക് വേണ്ടി എല്ലാ സെറ്റപ്പും ഒരുക്കുന്ന, അതിനുവേണ്ടി വലിയ പിന്തുണയും വലിയ പിൻബലവും ഉണ്ടാക്കി തീർക്കുന്നവർ, അവരാണ് ശയാത്തീനൽ ഇൻസി, മനുഷ്യരിലെ പിശാചുക്കൾ എന്ന് ഖുർആൻ വിശദീകരിക്കുന്നത്. ഇരിക്കട്ടെ, തന്റെ ഒപ്പം അധാർമികതക്ക് കൂടെ നിൽക്കുന്ന ആളുകൾ അവര് വന്ന് വിളിക്കുന്നു, സുഹൃത്തേ നീ ഇന്ന് വരുന്നോ? നല്ല ഒരു വീടുണ്ട്, നല്ല ഉയർന്ന വീടാണ്, കുറെ കാലമായി നമ്മൾ ആ വീട് നോട്ടമിട്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ആ വീട്ടിലെ ആളുകൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയത്. അവര് തൽക്കാലം ലീവിന് പോയതാണ്. ഇന്ന് ആ വീട് ലക്ഷ്യമാക്കി നമുക്കൊന്ന് കളവ് നടത്താം. കളവ് നടത്താനാണ് കൂട്ടുകാര് വന്ന് വിളിക്കുന്നത്. കളവ് നടത്തിയാൽ ഇന്ന് ഇതുവരെ നടത്തിയതുപോലെയാകൂല. കാരണം നമ്മൾ കുറെ കാലമായി നോക്കിക്കാണുന്ന വീടാണ്. ഒരിക്കൽ പോലും നമുക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് ആ വീട്ടിൽ ആളുകളൊന്ന് മാറി താമസിച്ചത്. കിട്ടിയ തക്കം നോക്കി നമ്മൾ ആ വീടൊന്ന് കവർച്ച ചെയ്യണം. നീ വരണം എന്ന് പറഞ്ഞ് കൂട്ടുകാര് വിളിക്കുമ്പോ ഒരു നിമിഷ നേരം ഈ ചെറുപ്പക്കാരൻ ഒന്ന് ചിന്തിക്കുന്നു. ചിന്തിച്ചുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവരോട് പറയുന്നു, ഞാനില്ല, നിങ്ങൾ പോയിക്കോളൂ. ഇതുവരെ ഞങ്ങളോടൊപ്പം സഹകരിച്ച നീ എന്തേ ഇപ്പൊ ഇല്ലാത്തത്? കഴിഞ്ഞ നാളുകളിലൊക്കെ നിന്റെ സജീവ സാന്നിധ്യം ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു, വലിയ ധൈര്യമായിരുന്നു. നിന്നെ മുന്നിൽ കണ്ടല്ലേ ഞങ്ങൾ പലതും തീരുമാനിക്കാറുള്ളത്. എന്തേ നീ വരാത്തത്? ചെറുപ്പക്കാരൻ പറയുന്നു, ഒന്നുമല്ല, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ പോയി ഷഹാദത്ത് കലിമ ചൊല്ലിയ വ്യക്തിയാണ്. തങ്ങൾ എന്നോട് പറഞ്ഞു, ഒറ്റ നിബന്ധന, കള്ളം പറഞ്ഞേക്കരുത്. ഞാൻ നിങ്ങളോടൊപ്പം വന്ന് കളവിന് കൂട്ടുനിന്ന് ഞാൻ സഹകരിച്ചാൽ നാളെ എങ്ങാനും മദീന മുനവ്വറയിലെത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനിട വന്നാൽ എന്നോടെങ്ങാനും തങ്ങൾ ചോദിക്കുന്നു, നീ കളവ് നടത്തിയോ എന്ന് ചോദിക്കുമ്പോ എന്റെ മാനം കാക്കുന്നതിന് വേണ്ടി ഞാൻ പറയണം ഇല്ല എന്ന്. എന്നാ പിന്നെ എന്റെ മാനം കാക്കാൻ എനിക്ക് കഴിയും. അതേ സമയത്താ പറയുന്നത് നിങ്ങളെ കൂടെ വന്നിട്ട് ഞാനാ പറയുന്നത് കളവല്ലേ? സത്യം ഞാൻ തുറന്നു പറഞ്ഞാലോ ജനങ്ങളെ മുന്നിൽ വെച്ച് തന്നെ എന്റെ വലത്തേ കൈയിന്റെ കഫിന്റെ ഭാഗമങ്ങ് മുറിച്ചു കളയും. അതെനിക്കുള്ള ശിക്ഷയാണ്, ഇസ്ലാമിന്റെ നടപടിയാണ്. ഇനി ഒരു കാലത്തും തെറ്റ് ആവർത്തിക്കാതിരിക്കാനും ചെയ്ത തെറ്റിനൊരു തൗബയുടെ മാർഗം തരാനും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ ആളുകൾക്ക് മുന്നിൽ വെച്ചങ്ങ് നടപ്പിലാക്കിയാൽ കാലകാലം എന്റെ ശരീരത്തിൽ ഒരടയാളം വന്നു. എന്തേ? കളവ് നടത്തിയ അടയാളം. അതെന്നേക്കും എനിക്ക് അപമാനമാണ്. അതുകൊണ്ട് രണ്ട് രൂപത്തിലായാലും നിങ്ങളെ കൂടെ എനിക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ. കൂട്ടുകാരെ മടക്കി വിടുന്നു. കളവ് നടത്താൻ ചെറുപ്പക്കാരൻ ഒന്നും ഇറങ്ങിപ്പോയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞ തീരുമാനം ഒരൊറ്റ ഉപദേശമാണ് തങ്ങൾ കൊടുത്തത്. അലാ അൻ തുഖല്ലിയൽ കദിബാ, കളവ് പറയുന്നത് അങ്ങ് ഒഴിവാക്കണം. ഒരൊറ്റ കാര്യമല്ലേ പറഞ്ഞത്. ആ കാര്യം സ്വീകരിച്ചുകൊണ്ട് കൂട്ടുകാര് വന്ന് വിളിച്ചിട്ട് പോയില്ല. സുബ്ഹാനല്ലാഹ്, 3 ദിവസം കഴിഞ്ഞപ്പോ മറ്റൊരു വിധം കൂട്ടുകാര് വരുന്നു. അവര് വന്നിട്ട് പറയുന്നത് എന്താണ്? നമ്മുടെ നാട്ടിലല്ല, കുറച്ചങ്ങ് അകലെ മധുര 17കാരിയായ നല്ലൊരു തരുണീമണിയുണ്ട്. ആ പെണ്ണിനെ സുഖിക്കാൻ വേണ്ടി ഇന്ന് കിട്ടുന്നൊരു നേരമാണ്. നീ വരുന്നോ? വേശ്യാവൃത്തിക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. ചെറുപ്പക്കാരൻ കുറച്ചു നേരം ചിന്തിച്ചിട്ട് പറഞ്ഞു, ഞാനില്ല, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളെ കൂടെ ഞാൻ വരുന്നില്ല.
നിർബന്ധിപ്പിച്ചവര് വിളിച്ചു. പക്ഷേ പറഞ്ഞു, ഇല്ല, ഞാൻ വരുന്നില്ല. ഞാനെങ്ങാനും വന്ന് നിങ്ങളോടൊപ്പം വേശ്യാവൃത്തിക്ക് കൂട്ടുനിന്നിട്ട് ഞാൻ ആ കൃത്യം നിർവഹിക്കേണ്ടി വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ച് സത്യം തുറന്നു പറഞ്ഞാൽ അവിവാഹിതനായ എന്നെ ആളുകൾക്ക് മുന്നിൽ വെച്ച് 100 അടി അടിക്കും. സ്വകാര്യമായ റൂമിൽ വെച്ചല്ല, ഒരു കൂട്ടം മുഅ്മിനീങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കണം. എന്നിട്ടൊരു 100 അടി എന്റെ ശരീരത്തിൽ അടിക്കണം. 1 കൊല്ലത്തേക്ക് എന്നെ നാട് കടത്തണം. അത് ഇസ്ലാം വിധിക്കുന്ന അള്ളാഹുവിന്റെ ശിക്ഷ അങ്ങനെയാണ്. അതേ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടും ഇല്ലെന്ന് പറഞ്ഞാലോ എന്റെ കരാറിന് ഞാൻ എതിര് പ്രവർത്തിച്ചവനായി. കളവ് പറയില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോളൂ. കൂട്ടുകാരെ മടക്കി വിട്ടുപോയി. സുബ്ഹാനല്ലാഹ്, കളവ് നടത്താൻ വേണ്ടി വന്ന കൂട്ടുകാരെ ആദ്യം മടക്കി വിട്ടു. വേശ്യാവൃത്തിക്ക് വേണ്ടി വന്ന കൂട്ടുകാരെ രണ്ടാമതും മടക്കി വിട്ടു. ഇങ്ങനെ അധാർമികതയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിൽ നിന്നും ഒരു 10 ദിവസത്തിനുള്ളിൽ ഈ ചെറുപ്പക്കാരനങ്ങ് ക്ലിയർ ആയപ്പോ, ദുസ്വഭാവങ്ങൾ മുഴുവനും നീങ്ങിപ്പോയപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിലെത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഏറ്റവും വലിയ ഉപദേശമാണല്ലോ തങ്ങൾ എനിക്ക് തന്നത്. ആ ഒരൊറ്റ ഉപദേശത്തിലൂടെ ഞാനങ്ങ് നന്നായി തീർന്നു. പിന്നെ എന്റെ ജീവിതത്തിൽ അധാർമികത ഒറ്റൊന്നുമില്ല. കള്ളവും പറയൂല എന്ന് തീരുമാനിച്ചതോടെ ഏറ്റവും വലിയ തലവനെ തങ്ങൾ പിടിച്ചു കെട്ടിയതിലൂടെ ഞാനങ്ങ് നന്നായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശരിയാണ് സഹോദരാ, എല്ലാ വൃത്തികേടുകളുടെയും എല്ലാ അനാവശ്യങ്ങളുടെയും തലവനാണ് കള്ളം പറയുക എന്നത്. അതേ, ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, കളവ് പറയുന്നത് അനാവശ്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കും. ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂരി, കളവ് പറയുന്നത് അനാവശ്യങ്ങളിലേക്ക് നയിക്കും. വ ഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ, അനാവശ്യങ്ങളോ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് ആ അധാർമിക സ്വഭാവങ്ങളിൽ നിന്ന് കളവ് നീ പറയാതിരിക്കണം എന്നൊരു നിബന്ധനയോടെ ഒരൊറ്റ ഉപദേശത്തിലൂടെ ചെറുപ്പക്കാരനെ അങ്ങ് തിരിച്ചുവിട്ടപ്പോ എല്ലാ ദുസ്വഭാവങ്ങളും മാറിയിട്ട് സുബ്ഹാനല്ലാഹ് ആള് വളരെ നന്നായി തീർന്നു വന്നു. കളവ് ഒരിക്കലും പറയരുത്. ഏറ്റവും വലിയ സത്യവാനായി മാറണം. ഏത് വിഷയത്തിലും സത്യം പറയുന്ന ആളായി മാറണം. അറിയാത്തതിനെ സംബന്ധിച്ച് അറിയൂല എന്ന് പറയുന്നതാണ്, അല്ലാഹു വ റസൂലുഹു ആലം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സത്യം. അറിയാത്ത സംഗതിയെ സംബന്ധിച്ച് അല്ലാഹു വ റസൂലുഹു ആലം, എനിക്കറിയൂല എന്നല്ലേ ആ വാക്ക് വിളിച്ചോതുന്നത്. ആ പറയുന്നത് ഏറ്റവും വലിയ സത്യമാണ്. അറിയാത്ത ഒരു കാര്യവും അറിയുന്നത് പോലെ മെനഞ്ഞുണ്ടാക്കി പറഞ്ഞേക്കരുത്. അനുമാനിച്ചു പറയരുത്, ചിത്രീകരിച്ചു പറയരുത്, സാധ്യതകൾ വെച്ച് പറഞ്ഞേക്കരുത്. അറിയാത്തതാണോ അല്ലാഹു വ റസൂലുഹു ആലം. ചെറിയ ഒരു സന്ദേഹം വരുമ്പോഴേക്ക് ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളായ മഹാന്മാരായ സ്വഹാബിമാര് ചെറിയ ഒരു സന്ദേഹം മനസ്സിൽ വരുമ്പോഴേക്ക് അവര് പറയുന്ന വാക്കാണത്, അല്ലാഹു വ റസൂലുഹു അഅലം. അല്ല, മറ്റൊരുത്തരം അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് വരുമോ എന്ന് കരുതിയിട്ട് അപ്പോഴും അവർ പറയുന്നു അല്ലാഹു വ റസൂലുഹു അഅലം. ഹജ്ജ് നിർവഹിച്ച് പരിശുദ്ധമായ അറഫയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വഹാബത്തിനോട് ചോദിച്ചു, ഏതാണിത് മാസം, ഏതാണിത് മാസം എന്ന് ചോദിച്ചപ്പോ
സ്വഹാബത്തിന് അറിയൂലേ ദുൽഹിജ്ജ മാസാണ്? അവര് പറഞ്ഞ മറുപടി എന്താണ്? അല്ലാഹു റസൂലുഹു അഅലം. ഇതേതാ മാസം എന്ന് ചോദിച്ചാൽ ദുൽഹിജ്ജ മാസം എന്ന് പറയാൻ അറിയില്ലേ? പിന്നെന്തിനാ അല്ലാഹു റസൂലുഹു അഅലം എന്ന് പറഞ്ഞത്? സ്വഹാബത്ത് പറഞ്ഞു, വനന്നാ അന്നഹു സയുസമ്മീഹി ബിഗൈരി ഇസ്മിഹി. ഞങ്ങൾ വിചാരിച്ചു പോയി അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഏതെങ്കിലും പേര് പറയുമോ എന്ന് വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞത് ശരിയാവില്ലല്ലോ. ഒരു പുതിയ പേര് തങ്ങൾ പറഞ്ഞാലോ ഞങ്ങൾ അതിനെതിര് പറഞ്ഞവരാകൂലേ? അപ്പൊ തങ്ങളൊരു പുതിയ പേര് പറയും എന്ന് ഞങ്ങളെ മനസ്സിൽ ധാരണ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു അല്ലാഹു റസൂലുഹു അഅലം. അപ്പൊ തങ്ങൾ വീണ്ടും ചോദിച്ചു, അലൈസ ദുൽഹിജ്ജ, ഇത് ദുൽഹിജ്ജ മാസമല്ലേ? ഖാലൂ നഅം. അങ്ങനെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, അതെ നബിയെ, ദുൽഹിജ്ജ മാസമാണ്. ഇതേതാ ദിവസം എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലാഹു റസൂലുഹു അഅലം. ദിവസം ഏതാന്ന് അറിയാഞ്ഞിട്ടാ? അപ്പോഴും ഇത് തന്നെയാണ് അവരെ മനസ്സിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതിയ പേര് നിർവചിക്കുമോ എന്നവരെ മനസ്സിൽ വന്നപ്പോഴേക്ക് അവർ സൂക്ഷ്മത നോക്ക്. നിങ്ങൾ എത്ര വലിയ സൂക്ഷ്മശാലികളാണ് സ്വഹാബിമാർ. ഒരൊറ്റ വാക്കിൽ പോലും ആശങ്കക്ക് വകവരുത്തുന്ന ഒരു വർത്തമാനം അവരിൽ ഉണ്ടാകൂല. അതുകൊണ്ടാണ് ഖുർആൻ അവരെ പേരിട്ട് വിളിച്ചു പറഞ്ഞത് ഉലൈക ഹുമുസ് സ്വാദിഖൂൻ. പൂർണ്ണ സത്യവാന്മാരാണ് സ്വഹാബിമാർ. ഒരു ആശങ്കക്ക് വക നൽകുന്ന ഒരു വർത്തമാനം പോലും ഒരു വിഷയത്തിലും അവർ പറയില്ല. അത്രയും സൂക്ഷിച്ചേ അവർ കാര്യങ്ങൾ പറയൂ. അവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു കാര്യത്തെ സംബന്ധിച്ച് അതിന്റെ അറിവ്, അതിന്റെ അനുഭവം അനുഭവിച്ച ആള്, അവിടെ സന്നിഹിതരായ ആള് ഈ ഉത്തരം പറയുന്ന ആളല്ലെങ്കിൽ അപ്പറയുന്ന ആളോട് ചോദിക്കാൻ പറയും. നിങ്ങൾ അവിടെ പോയി ചോദിച്ചു നോക്കുക ആ സ്വഹാബിയോട്. ആ സ്വഹാബിയുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് ആ സംഭവം ഉണ്ടായത്. അപ്പൊ അതിന്റെ വിവരം ശരിക്ക് കിട്ടും. നാട്ടിൽ നിന്ന് എവിടുന്നെങ്കിലും ഒരു കാര്യം കേട്ടാൽ മതി, അതിന്റെ കൂടെ എത്രയാ ആളുകൾ കൂട്ടി പറയുന്നത്, എത്രയാണ് ചേർത്ത് എഴുതുന്നത്. അല്ല, ഈ സംഗതികളൊക്കെ നിങ്ങൾ എവിടുന്ന് കിട്ടി? അത് അവിടുന്നും കേട്ടു, മറ്റോടത്തൊന്നും കേട്ടു, അവിടുന്ന് കേട്ടു. ആകെ കേട്ടതേ ഉള്ളൂ, സാക്ഷിയായതൊന്നുമില്ല. കേട്ടത് തന്നെ എത്രയാ എഴുതി കൂട്ടുന്നത്? സംഗതി കേട്ടാലും സംഭവത്തിന് സാക്ഷിയായ ആള് വേറെയാണെങ്കിൽ ചോദിച്ചവരോട് പറയും, നിങ്ങൾ ആ സ്വഹാബിയോട് ചോദിക്കണം, ആ വിഷയത്തിൽ നേരിട്ട് പങ്കുള്ളത് അദ്ദേഹത്തിനാണ്, എനിക്കല്ല. സഹോദരങ്ങളെ, അവരുടെ സൂക്ഷ്മതയാണത്. ഞാനിവിടെ പറഞ്ഞു വന്ന വിഷയം മറക്കരുത്. ഒരൊറ്റ ഉപദേശം കൊണ്ട് സുബ്ഹാനല്ലാഹ് ആ സ്വഹാബിയുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും തിരുത്തി, മുഴുവൻ ഭാഗങ്ങളും ക്രമീകരിച്ചു. ജീവിതത്തിൽ നല്ല സ്വഭാവങ്ങൾ മാത്രമാക്കി ആ സ്വഹാബി അങ്ങോട്ട് പുതുക്കിയെടുത്തു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശത്തിന്റെ ശൈലി അതായിരുന്നു. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉമ്യാനാ. റബ്ബിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉത്ബോധനം നടത്തപ്പെട്ടാൽ ബധിരന്മാരായും അന്ധന്മാരായും മൂകന്മാരായും അല്ല ആ ഉപദേശങ്ങൾ കേൾക്കുന്നത്. ശരിയായ മനസ്സുകൊണ്ട് കേട്ടുറപ്പിച്ച് ജീവിതത്തിൽ അങ്ങനെ നിർവഹിക്കണം, ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തണം എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടെ തന്നെ ശരിയായ നിലക്ക് വാള് കേൾക്കുന്നവരും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നവരും സുബ്ഹാനല്ലാഹ് അവര് ചെറിയവരല്ലല്ലോ. അവർ അള്ളാഹുവിന്റെ അടിമകളായിട്ട് പറഞ്ഞ സ്വഭാവത്തിലല്ലേ അള്ളാഹു എണ്ണിയത്. ആ അടയാളങ്ങളൊക്കെ എണ്ണി പറഞ്ഞിട്ട് അവസാനം അള്ളാഹു പറഞ്ഞത് അവര് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളാണ് എന്നാണ്. മലക്കുകൾ അവരെ വരവേറ്റുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ച് കൊണ്ടുപോകുന്നവര് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അത്തരക്കാരുടെ അടയാളങ്ങളിൽ പെട്ടതാണ്. വഅദ് ജീവിതത്തിൽ പ്രതിഫലിക്കാനുള്ളതാണ്. ഉമ്മമാരെ, ധാരാളം വഅദ് കേൾക്കാറില്ലേ? വഅദ് കൊണ്ട് ജീവിതത്തിൽ നല്ല മാറ്റമുണ്ടാകണം, വഅദ് കൊണ്ട് ജീവിതത്തിൽ നല്ല ഉപകാരമുണ്ടാകണം.
വഅദ് കേൾക്കാൻ മടിയുള്ളവരാകരുത്. വഅദ് കേൾക്കുമ്പോ നിരസിക്കുന്നവരാകരുത്, തള്ളിക്കളയുന്നവരാകരുത്. മഹാന്മാരുടെ ഉപദേശങ്ങളോടാകണം നമ്മുടെ മനസ്സിൽ കൂടുതൽ താല്പര്യം. അതേ സമയത്ത് അനാവശ്യങ്ങളോട് താല്പര്യം കൂടുതലായി ഉണ്ടായി വരുന്നത് കാണുന്നു. എങ്ങനെ ഉസ്താദേ ഇത് മനസ്സിലാകുന്നത്? ചെറിയവരും വലിയവരുമൊക്കെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഒഴിവ് കിട്ടുന്ന നേരത്ത്, അല്ലെങ്കിൽ ഒരു സമയം കണക്കാക്കിക്കൊണ്ട് മണിക്കൂർ കണക്കിന് അനാവശ്യങ്ങൾ കേൾക്കുന്നതിന് വലിയ താല്പര്യം. അനാവശ്യം കേൾക്കുമ്പോ തീരെ താല്പര്യം ഇല്ലാത്തവരായി മാറുന്നവരാണ് മുഅ്മിനീങ്ങൾ. വഇദാ സമിഉൽ ലഗ്വ അറളു അൻഹു, അനാവശ്യം വല്ലതും കേട്ടാൽ ചെവി കൊടുക്കാതെ തിരിഞ്ഞു കളയുന്നു. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, വിശ്വാസികളുടെ അടയാളം എണ്ണിപ്പറഞ്ഞിടത്ത് അല്ലാഹു പറഞ്ഞില്ലേ? വിജയിക്കുന്നവരുടെ ലക്ഷണങ്ങൾ എണ്ണിപ്പറഞ്ഞിടത്ത് അല്ലാഹു പറഞ്ഞില്ലേ? വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് മാറിക്കളയുന്നവരാണ്. അനാവശ്യങ്ങൾ കേൾക്കുന്നവരിൽ നിന്ന് മാറിക്കളയുന്നവരാണ്. അത് കേൾക്കാൻ തന്നെ ഒരു നിലക്കും അവരെ മനസ്സിന് സമ്മതമില്ല, സമയം കളയില്ല. മുമ്പൊക്കെ സഹോദരങ്ങളെ, അനാവശ്യങ്ങളോട് താല്പര്യമുള്ളവർ അത് കേൾക്കുന്ന സ്ഥലത്തേക്ക് പ്രത്യേകം ഇഹ്റാം ചെയ്തു പോകേണ്ടിയിരുന്നു. ഇപ്പോഴോ, ഇപ്പൊ നമ്മുടെ കയ്യിലൊക്കെ ഉപകരണങ്ങൾ അല്ലാഹു തന്നൊരു പരീക്ഷണത്തിന്. നമ്മളെ പരീക്ഷിക്കാൻ അല്ലാഹു ഉപകരണങ്ങൾ തന്നു. ഏതാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് അല്ലാഹു ഒന്ന് പരീക്ഷിക്കാണ്. ബുദ്ധി അല്ലാഹു തന്നിട്ടുണ്ടല്ലോ. വനബുലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്നാ, നിങ്ങളെ നമ്മൾ പരിശോധിക്കും, തിന്മ കൊണ്ട് പരിശോധിക്കും. തിന്മക്ക് അവസരങ്ങൾ തന്നിട്ടത് സെലക്ട് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കും. വൽ ഖൈരി, നന്മ കൊണ്ടും പരിശോധിക്കും. രണ്ട് മുഖങ്ങളും ഉണ്ട് സഹോദരങ്ങളെ മുന്നിൽ. ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത്, ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്, അതിനുള്ള ബുദ്ധിയും വിവേകവും അല്ലാഹു തന്നിട്ടുണ്ട്. ആണിനും പെണ്ണിനും തന്നിട്ടുണ്ട്. അല്ലാഹു തന്ന ബുദ്ധി കൊണ്ട് നന്മ തെരഞ്ഞെടുക്കുന്നുണ്ടോ? കേൾക്കൽ ഹലാലായതും കേൾക്കൽ സുന്നത്തായതും, കേട്ടാൽ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ളതും അതാണോ കേൾക്കുന്നത്? എന്നാൽ കേൾവി കൊണ്ട് വിജയിച്ചു പോയി. കേൾക്കുന്നത് കൊണ്ട് നിന്റെ ശരീരത്തിന്റെ എന്തോ സുഖം നിനക്ക് നേടിയെടുക്കാനുണ്ട്. നിന്റെ വികാര വിചാരങ്ങളെ ത്രസിപ്പിക്കാനുണ്ട്. ആഖിറമാണെങ്കിലോ നിന്നെ പാടെ മറപ്പിച്ചു കളയും. ഒറ്റക്കുള്ള ജീവിതമോ മറപ്പിച്ചു കളയും. മരണത്തെയും ഓർമ്മയില്ലാതെയാക്കി കളയും. ആർഭാട ജീവിതത്തിൽ കൂടുതൽ ആഗ്രഹം തരും. ആനന്ദം വാരിക്കൂട്ടാൻ നിനക്ക് താല്പര്യങ്ങൾ വർദ്ധിക്കും. അനാവശ്യങ്ങളോട് കൂടുതൽ പ്രേരണ തരും. അനാവശ്യ സമ്പർക്കങ്ങളോട് മോഡലുകൾ വർദ്ധിപ്പിച്ചു തരും. അത്തരത്തിലുള്ളതാണോ കേൾക്കുന്നത്? പരാജയപ്പെട്ടുപോയി. സുബ്ഹാനല്ലാഹ്, നല്ലത് കേൾക്കണം. നല്ലതാണ് കേൾക്കേണ്ടത്. അനാവശ്യങ്ങൾ കേൾക്കരുത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ചെറുപ്പക്കാരോട് പറയട്ടെ, മ്യൂസിക് കേൾക്കുന്നത് ഹറാമാണ്. ഞാൻ എന്റെ വകയിൽ മസ്അല പറഞ്ഞു, വിഷയം പറഞ്ഞു എന്ന് നിങ്ങൾ പറയണ്ട. ഹാഫിദ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. പാട്ട് കേൾക്കുന്നതിന്റെ ഹുക്കുമ് പറഞ്ഞപ്പോ അതേ നന്മയിൽ പ്രേരിപ്പിക്കുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ വർണ്ണിക്കുന്ന പരിശുദ്ധമായ കഅബയുടെയും പരിശുദ്ധമായ റൗളയുടെയും മഹത്വങ്ങൾ വർണ്ണിക്കുന്ന പുണ്യമക്കയുടെയും പുണ്യമദീനയുടെയും മഹത്വങ്ങൾ പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ മഹത്വങ്ങൾ പറയുന്ന മഹാന്മാരായ അംബിയ ഔലിയാക്കളെ പറ്റി വിശദീകരിക്കുന്ന നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഗാനങ്ങൾ കേൾക്കുന്നതിന് വിരോധമില്ലെന്ന് മാത്രമല്ല, പാടുന്നതും കേൾക്കുന്നതും സുന്നത്താണ്.
പക്ഷേ എവിടെ നിബന്ധന വെച്ചിട്ടുണ്ട്. എന്താ നിബന്ധന എന്നറിയുമോ? പെണ്ണ് പാടുന്ന പാട്ടാകരുത്. പെണ്ണിന്റെ ശബ്ദത്തോട് സാമ്യമുള്ള, പെണ്ണിലേക്ക് ആകർഷണീയത വരുന്ന രൂപത്തിലുള്ള സാമ്യതയുള്ള ശബ്ദത്തിന്റെ ഉടമയും പാടുന്നതാകരുത്. കൊട്ടും കൊരവയും നിറഞ്ഞതാകരുത്. കൂടെ ഒരു മുട്ടാനോ മറ്റോ ഒരു കാര്യം വേണമെങ്കിൽ ദഫാണ് അനുവദിച്ചിരിക്കുന്നത്. അല്ലാത്ത ഉപകരണങ്ങളോടൊപ്പമുള്ള പാട്ടുകൾ അത് കേട്ടുകൂടാ, പാടിക്കൂടാ. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. ഏതൊരു ചെറിയ ആളൊരു വാഹനം ഓട്ടിപ്പോകുമ്പോഴും ആ വാഹനത്തിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാല്, ആ വാഹനം അതാ എവിടെയെങ്കിലും പോയി കൂട്ടിമുട്ടിയാല് വന്നു നോക്കുന്ന ആളുകൾ തന്നെ കാതുപൊത്തിപ്പോവുകയാണ്. അത്രയും മ്യൂസിക്കിന്റെ അകമ്പടിയുള്ള ഗാനങ്ങളല്ലേ അതിൽ നിന്ന് മുഴങ്ങുന്നത്. മുടങ്ങിക്കൂടാ. ഒരു മുസ്ലിം കിടന്നുറങ്ങുന്ന റൂമില് മഹാന്മാരുടെ മദ്ഹുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഫത്തുകളും വർണ്ണനകളും ഒക്കെ ദഫിന്റെ അകമ്പടിയോടെ കേൾക്കുന്നതിന് പകരം എന്താണ് അവിടെ കേൾക്കുന്നത്? ചീഞ്ഞു നാറുന്ന അനാവശ്യങ്ങൾ നിറഞ്ഞ, അതേ അനാവശ്യ സംസ്കാരങ്ങൾ തുളുമ്പുന്ന, കാമുകി കാമുകന്മാരുടെ കാമകേളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിതരണം ചെയ്യുന്ന അനാവശ്യ ശബ്ദസാഗരങ്ങളല്ലേ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. നഊദു ബില്ലാഹ്. ഉമ്മമാരെ, അത് സത്യത്തിൽ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ശബ്ദമാണോ? അല്ല. സംഗീതവും വീണയും അതുപോലെ മ്യൂസിക്കുമൊക്കെ ആരുടെ ശബ്ദമാണ് എന്നാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്? അത് ഇബ്ലീസിന്റെ ശബ്ദമാണ്. വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക വഅജ്ലിബ് അലൈഹിം ബിഖൈലിക വറജ്ലിക വശാരികുഹും ഫിൽ അംവാലി വൽ ഔലാദി വഇദുഹും. പിശാചിന് അല്ലാഹു കൊടുത്ത കഴിവാണ്. വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക. ഇബ്ലീസേ, നിന്റെ ശബ്ദം കൊണ്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളെ, അടിമകളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് നീ സ്വാധീനിച്ചോ. നല്ല വഴിയിൽ നിന്ന് അനാവശ്യ വഴിയിലേക്ക് നീ അവരെ പുറപ്പെടിച്ചോ. വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക. നിന്റെ ശബ്ദം കൊണ്ട് എന്ന് പറഞ്ഞില്ലേ? ഏതാണ് ഇബ്ലീസിന്റെ ശബ്ദം? ഞാൻ എന്റെ വക പറയുന്നില്ല. ഇക്രിമ റളിയല്ലാഹു അൻഹു തഫ്സീർ പറയട്ടെ, മുജാഹിദ് റളിയല്ലാഹു അൻഹു തഫ്സീർ പറയട്ടെ. അൽ ഗനാഉ വൽ മസാമീർ. സംഗീതവും മ്യൂസിക്കും വീണവിളിയും അതുപോലെയുള്ള ശബ്ദകോശങ്ങളുമാണ്. ചെറുപ്പക്കാരാ, ഇബ്ലീസിന്റെ വലയിലാ നീ കുടുങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ പ്രൈവറ്റ് റൂമിൽ മുഴങ്ങുന്നത് ദിക്റോ തഹ്ലീലോ തസ്ബീഹോ നല്ല നല്ല മദ്ഹിന്റെ ഗീതങ്ങളോ അല്ല, ഇബ്ലീസിന്റെ സൗണ്ടാണ് മോളെ. മാറിയേക്കണം, ചിന്തിച്ചേക്കണം. അത്തരത്തിലുള്ള ശബ്ദ സൗന്ദര്യങ്ങൾക്കല്ല നമ്മുടെ കാതുകൂർപ്പിച്ച് നമ്മൾ കേൾക്കേണ്ടത്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യ ശബ്ദകോശങ്ങളിൽ നിന്ന്, അനാവശ്യ സംസാരങ്ങളിൽ നിന്ന്, അനാവശ്യ ചെയ്തികളിൽ നിന്ന്, അനാവശ്യ ദർശനങ്ങളിൽ നിന്ന് മുഅ്രിദൂൻ, പാടെ മാറി നിൽക്കുന്നവരാണ്. മൊബൈൽ ഓണാക്കി കാണാൻ പറ്റാത്തൊരു രൂപം വരുന്നു, നീ അത് മാറ്റിയേക്കണം. നീ അത് കാണേണ്ടവനല്ല. അതിന് നിന്റെ കൈകൊണ്ട് ബട്ടണമർത്തേണ്ടവനല്ല. അല്ലാഹു നിന്റെ പരീക്ഷണത്തിന് വേണ്ടി നിന്റെ മുന്നിൽ തരുന്നു. കാണാൻ നല്ല ചൊങ്കും ചൊറുക്കുമുള്ള ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പ്രത്യേകിച്ച് പ്രത്യേക രൂപഭാവങ്ങളെ കൊണ്ട് ഭംഗി കൂട്ടിയിട്ട് അവതരിപ്പിക്കുന്ന രീതിയിലുള്ള തരുണീമണികൾ മുന്നിൽ വന്നാലും സഹോദരാ, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ആ
അനാവശ്യത്തിൽ നിന്ന് മാറിക്കളയുന്നവനാണ് മുഅ്മിൻ. പുന്തിരിഞ്ഞു നിൽക്കുന്നവനാണ് മുഅ്മിൻ. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു രൂപഭാവം കാണുമ്പോ നോക്കി നിൽക്കുന്നവനല്ല. അത്തരത്തിലുള്ള നൃത്തങ്ങൾ കണ്ടു നിൽക്കുന്നവനല്ല. അത്തരത്തിലുള്ള ശബ്ദ സൗന്ദര്യങ്ങൾക്ക് യെസ് മൂളുന്നവനല്ല. അതിനു വേണ്ടി സമയം കളയുന്നവനല്ല. കാണാൻ പറ്റാത്ത ഒരു സംഗതി കണ്ടു നിൽക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളയിടത്ത് ഈമാൻ ഉറപ്പുള്ള ആൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കാൻ പാടില്ല. ഒരു സെക്കൻഡ് പോലും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന് കിട്ടിയ ബഹുമാനം കിട്ടും. എന്നാലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന് ഒരു ഭാഗത്തൂടെ ഇങ്ങനെ പോകുമ്പോ ചെറുപ്പക്കാരുണ്ട് നല്ല കളി കളിക്കണേ. അവരത്തൊക്കെ വെളിവാക്കിയുള്ള നല്ല കളി. അവർക്ക് വെളിവാക്കിയാലും വെളിവാക്കിയില്ലെങ്കിലും എല്ലാ കളിയും അത്ര സന്തോഷമുള്ള കളിയൊന്നുമല്ല. നിങ്ങളതിനെന്ത് ഒരു കുട്ടിയാലും വേണ്ടില്ല. അങ്ങനെ കളി കളിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തകർപ്പം കളി കളിക്കല്ലേ. മഹാനവർകൾ ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കാതെ വാഹനം സ്പീഡിൽ ഓടിച്ചു വിട്ടു. പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ റിസൾട്ട് പറഞ്ഞു. എന്താ തങ്ങൾ പറഞ്ഞത്? ഇൻ അസ്ബഹ ഇബ്നു മസ്ഊദിൻ ലകരീമാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നല്ല മഹത്തുള്ള ആളായി തീർന്നു. കണ്ടാ അവിടെ അങ്ങനെ നോക്കി നിന്നിട്ട് എങ്ങനെയുണ്ട്, കുറച്ചേരം ഒരു 5 മിനിറ്റ് കാണുക, ഒരു 10 മിനിറ്റ് കാണുക. അങ്ങനെ മുത്തുമുമിനിങ്ങളായ ആൾക്കാർ പറയുന്ന വർത്താനം അങ്ങനെ ഒരു 10 മിനിറ്റ് കാണാം. ഒന്ന് ടൈം പാസിന്, വേറെ ഒന്നുമില്ല ടൈം പാസിന്. ഒരു ഹരം കിട്ടാനുള്ള പരിപാടി ഇതാ. ഒരു മനസ്സിന് ഒരു നശാത്ത് കിട്ടാൻ എല്ലാം പണി ഇതാ. ഇതല്ല അതിനുള്ള പണി. ഒരു മത്സരവും പറ്റാത്തൊരു മതാണോ ഈ മതം? അല്ല. പറ്റുന്ന മത്സരങ്ങൾ ധാരാളമുണ്ട്. കണ്ടില്ലേ നിങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ അമ്പിയാക്കളെ പറ്റി വിവരിക്കുന്ന ഒരു അധ്യായം കാണാം, ഒരു കിതാബ്. അതിൽ കാണാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. തങ്ങൾ ഒരു ഭാഗത്തൂടെ ഒരു തോട്ടത്തിന്റെ അടുത്തൂടെ ഇങ്ങനെ പോയപ്പോ കുറെ ആളുകൾ വരിയായി നിന്നിട്ട് അവരപ്പുറത്ത് ഒരു മരത്തിൽ, ആ മരത്തിന് ഉന്നം വെച്ചുകൊണ്ട് ഇങ്ങനെ അമ്പെയ്ത്ത് മത്സരം നടത്തുന്നുണ്ട്. അതാ ഒരു മത്സരമാണ് അമ്പെയ്ത്ത് മത്സരം നടത്തുന്ന ഈ സ്വഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോ അവർ അമ്പ് താഴോട്ട് ഇങ്ങനെ പിടിച്ചു നിന്നു. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഇർമു, അമ്പെയ്ത് മത്സരം നടത്തൂടി. ഫഇന്ന അബാകും കാന റാമിയാ. നിങ്ങളുടെ പിതാവ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം നല്ല അമ്പെയ്ത്തറിയുന്ന ആളായിരുന്നു. അമ്പെയ്ത്ത് മത്സരം നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രേരണ കൊടുത്തു. നല്ല മത്സരമാണത്. നല്ല മത്സരങ്ങളൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആത്മീയമായിട്ടോ ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ സാംസ്കാരികമായിട്ടോ ഏതെങ്കിലും ഒന്നിന് അധാർമിക സ്വഭാവം വന്നു ചേരുന്ന ഒരൊറ്റ മത്സരവും വിശുദ്ധ ദീൻ അംഗീകരിച്ചിട്ടില്ല. ഒന്നിനും സമ്മതം കൊടുത്തിട്ടില്ല. അതെത്ര ചെറിയ എത്ര ഊക്കുള്ളതാണെങ്കിലും ശരി, എത്ര കേളി കേട്ടതാണെങ്കിലും ശരി, എത്ര ആളുകളുടെ പിന്തുണയുള്ളതാണെങ്കിലും ശരി. വെറുതെ എന്തിനാ സമയം പോക്കുന്നു? ആ സമയത്തെ പറ്റിയില്ലേ ചോദ്യം? ചെറുപ്പക്കാരുടെ നല്ല കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നോക്കി നിൽക്കാതെ വാഹനം ഓടിച്ച് സ്പീഡിൽ പോയത്. അതേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ കൂഫയില് മഹാനവറുകൾ ഒരു സ്ഥലത്തുകൂടെ വാഹനപ്പുറത്തു പോകുമ്പോ കൂഫയിലെ 1-ാം നമ്പർ പാട്ടുകാരനുണ്ട്, സാദാൻ എന്നാണ് ആ പാട്ടുകാരന്റെ പേര്. സാദാൻ ഒരു പ്രദേശത്ത് പാടാൻ വരുന്നു എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടും. അത്രയും നല്ല ശ്രവണ സുന്ദരമായ ശബ്ദത്തിന്റെ ഉടമയാണ് സാദാൻ എന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഒരു വീട്ടിന്റെ ഉള്ളില് മദ്യപാനികളായ കുറെ ആളുകൾ ചുറ്റും കൂടി ഇരുന്ന് ആ മദ്യപാനികൾക്ക് കുറച്ചുകൂടി ആവേശം മൂക്കുന്നതിന് വേണ്ടി അപ്പുറത്ത് കുറെ ആളുകൾ ചെണ്ടമുട്ടുന്നു, ഇപ്പുറത്ത് കുറെ ആളുകൾ വീണ മുഴക്കുന്നു. ആ ചെണ്ടക്കും വീണക്കും അകമ്പടിയായി സാധാരണങ്ങനെ പാട്ടുപാടിയിട്ട് മദ്യപാനികളെ ആസ്വദിപ്പിക്കുന്നു. ഈ
ഒരു രംഗം പുറത്തുനിന്ന് നോക്കിക്കണ്ടപ്പോ വീട്ടിന്റെ ഉൾഭാഗത്താണ് ഇത് നടക്കുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വാഹനം നിർത്തിയിട്ട് കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിട്ട് പുറത്തു കൂടിയ ആളുകളോട് പറഞ്ഞു, മാ അഹ്സന ഹാദാ സൗത്ത് ലൗ കാന ബിഖിറാഅത്തി കിതാബില്ലാഹി കാന അഹ്സനാ എന്നൊരു വർത്തമാനം പറഞ്ഞ് മഹാനവർകൾ വാഹനം മുന്നോട്ടെടുത്തു പോയി. അപ്പൊ സാധാരണ എന്ന ചെറുപ്പക്കാരൻ പുറത്തേക്ക് നോക്കിയിട്ട് ആരോ ഒരു കാര്യപ്പെട്ട ആൾ കുറച്ചു നേരം നോക്കിയല്ലോ, ഇങ്ങോട്ട് ഉള്ളിലേക്ക് നോക്കിയല്ലോ. ഉള്ളിൽ ആരാ ഉള്ളത്? ഉള്ളില് മദ്യപാനികള് കുടിച്ചിട്ട് ഇങ്ങനെ പിരിമുറുക്കത്തിൽ നിൽക്കാണ്. മുറുക്കുള്ള ആളുകൾക്ക് ഒന്നുകൂടി മുറുക്കം കൊടുക്കാനാണ്. അപ്പുറത്ത് കുറെ ആൾ മുട്ടുന്നു, ഇപ്പുറത്ത് കുറെ ആൾക്കാർ വീണു മുഴക്കുന്നു. രണ്ടിനും കൂടി ഒരു ത്രില്ല് കിട്ടാൻ വേണ്ടിയിട്ട് സാദാന്റെ പാട്ടും. അപ്പൊ പിന്നെ എല്ലാരും ഇങ്ങനെ അതിലിങ്ങനെ കടന്ന് ആസ്വദിക്കല്ലേ. ഈ ആസ്വാദന, ഈ ശബ്ദം കേട്ടിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അഹ്സന ഹാദാ സൗത്ത് ലൗ കാന ബിഖിറാഅത്തി കിതാബില്ലാഹി കാന അഹ്സൻ. ഇത് പറഞ്ഞിട്ട് മഹാനവർകൾ പോയി. അപ്പൊ സാദാന് തോന്നി എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. പുറത്തിറങ്ങി, പാട്ട് നിർത്തി പുറത്തിറങ്ങിയിട്ട് പുറത്തുള്ളവരോട് ചോദിച്ചു, ആരാ അവിടെ നോക്കി നിന്ന് വാഹനപ്പുറത്ത് കുറച്ചു നേരം. അവര് പറഞ്ഞു, നോക്കി നിന്ന ആള് ആരാന്നറിയില്ലേ? ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖാദിമാണ്. വസ്വാഹിബുന അലൈഹി വസ്വാഹിബുസ് സിവാകി വൽ വിസാദാ. ഏതെങ്കിലും തോട്ടത്തിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറുമ്പോ ചെരുപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്നത് വരെ അത് ഇട്ടുകൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സ്വഹാബി, സ്വാഹിബുൻ നഅലൈൻ എന്ന പേരിൽ ചിലപ്പോൾ സ്വഹാബിമാർ അവിടുത്തെ വിളിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറാക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് പിന്നാലെ നടക്കാറുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് തങ്ങൾ ഇരിക്കാൻ നോക്കുമ്പോ ചാരി ഇരിക്കാനും വേണ്ടി ഒരു തലയിണ വെച്ചു കൊടുക്കാറുണ്ട്. ആ തലയിണയും കയ്യിൽ പിടിച്ച് നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഹിബുസ് സിവാകി വൽ വിസാദ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. എന്തെങ്കിലും പറഞ്ഞോ എന്ന് സാധാരണ ചോദിച്ചു. പുറത്തുള്ള ആൾക്കാര് പറഞ്ഞു, ഇബ്നു മസ്ഊദ് തങ്ങൾ ഒരു ഉപദേശമാണ് പറഞ്ഞത്. മാ അഹ്സന ഹാദാ സൗത്ത്, എന്തൊരു നല്ല ശബ്ദമാണ് ആ മുഴങ്ങുന്നത്. ലൗ കാന ബിഖിറാഅത്തി കിതാബില്ലാഹി കാന അഹ്സനാ. മദ്യപാനികളെ പാട്ടുപാടിച്ചിട്ട് അവർക്ക് ആനന്ദം കൊടുക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് ഓതുകയാണെങ്കിൽ ഈ ശബ്ദത്തിനെന്തൊരു ഭംഗിയുണ്ടാകും, എന്തൊരു സൗന്ദര്യമുണ്ടാകും. ആ പാട്ട് പാടുന്നതിന് പകരം അവിടെ ഖുർആനോത്താണ് നടക്കുന്നതെങ്കിൽ, അതും ഈ സുന്ദരമായ ശബ്ദം കൊണ്ടാണ് ശബ്ദം കൊടുക്കുന്നതെങ്കിൽ കാന അഹ്സനാ. ആ ശബ്ദം നല്ല മെച്ചപ്പെട്ട ശബ്ദമാകും. അള്ളാഹുവിന്റെ അടുക്കൽ നല്ല ഭംഗിയുള്ള ശബ്ദമാകും. ദുനിയാവിലും ആഖിറത്തിലും അതിന് നല്ല സൗന്ദര്യം കിട്ടും. കേട്ടിട്ടില്ലേ മുഅ്മിനീങ്ങളെ, ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് കേൾക്കുന്ന ഓത്തല്ലേ ഹറമിലെ ഇമാമിന്റെ ഓത്ത്. എത്ര ആളുകളാണത് കേട്ടിട്ട് കരയുന്നത്, എത്ര ആളുകളാണത് കേട്ടിട്ട് സമയം ചെലവഴിക്കുന്നത്, എത്ര ആളുകളാണത് കേട്ടിട്ട് ഓത്ത് പഠിക്കുന്നത്, എത്ര ആളുകളാണ് ശൈലി പഠിക്കുന്നത്. ആ ഇമാമ് ആഖിറത്തിൽ വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അതേ ഓത്ത് കേട്ടിട്ട് സൗന്ദര്യം കൊണ്ടെങ്കിൽ ആ ശബ്ദം വെറുതെയാകുമോ? ആ ശബ്ദ സൗന്ദര്യത്തിന് സ്ഥാനം കുറയുമോ? റമളാൻ 27 ഹറമിലേക്ക് പോയി നോക്കൂ. ലക്ഷോപിലക്ഷം ആളുകൾ സൊഫായി നിന്ന് ആ ഇമാമുൽ ഹറമൈനിന്റെ ഓത്ത് കേട്ടിട്ട് സുബ്ഹാനല്ലാഹ് 2 മണിക്കൂറിലധികം നീളുന്ന തറാവീഹില് സമയം പോയതറിഞ്ഞില്ല.
നേരം വൈകുന്ന പ്രശ്നമേ ഇല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന് സുന്ദരമായ ശബ്ദം കൊണ്ടങ്ങ് ഈണം നൽകിയപ്പോ എന്തൊരു മഹത്വമാണതിന്, അത് വർണ്ണിച്ച് തീർക്കാനൊക്കുമോ? ഏറ്റവും നല്ല ഭംഗിയല്ലേ, ഏറ്റവും നല്ല സൗന്ദര്യമല്ലേ ഖുർആൻ. നല്ല ശബ്ദത്തിൽ ഒരാൾ ഓതുമ്പോ, നല്ല ഈണത്തിൽ വീട്ടിൽ വെച്ചൊരു ആണോ പെണ്ണോ ഖുർആൻ ഓതുകയാണ്. പെണ്ണ് പെണ്ണിൻ്റെതായ രൂപത്തിലൊന്ന് പതുക്കെയും ആണ് കുറച്ച് ഉറക്കയും നല്ല ശബ്ദത്തിൽ ഓതുന്നു, നല്ല ഈണത്തിൽ ഓതുന്നു. ആ ഖുർആൻ കേൾക്കാൻ ഒരു മലക്കല്ല കേട്ടോ വരുന്നത്, 100 മലക്കല്ല കേട്ടോ വരുന്നത്. സമാഉദ്ദുന്യയിലെ മലക്കുകൾ മുഴുവനും സുന്ദരമായി ഖുർആൻ ഓതുന്നവന്റെ വീട്ടിന്റെ മട്ടുപ്പാവില് വരി വരിയായി എത്തിപ്പോയി. അതുകൊണ്ടല്ലേ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിന്റെ അൽ ബഖറ കേൾക്കാൻ, മറ്റൊരു റിവായത്തിൽ അൽ കഹ്ഫ് കേൾക്കാൻ, മേലോട്ട് നോക്കുമ്പോ കുറെ വിളക്ക് കത്തിച്ചു വെച്ചത് ഞാൻ കണ്ടു നബിയേ. ആകാശ ലോകത്തേക്ക് എന്റെ വീട്ടിന്റെ മേൽഭാഗത്ത് ഒരുപാട് വിളക്കുകൾ കത്തിച്ചു വെച്ചത് കണ്ടു എന്ന് പറഞ്ഞപ്പോ തിൽക്കൽ മലായിക, ഉസൈദേ അത് മലക്കുകളാണ്. ധനത്തില് സൗത്തിക്ക, നിന്റെ ശബ്ദം കേട്ട് തായോട്ടി ഇറങ്ങി വന്നതാണ്. നേരം വെളുക്കും വരെ നിങ്ങൾ ഓതിയിരുന്നെങ്കിൽ മലക്കുകൾ ഒറ്റൊന്നും ഉയർന്നു പോകാതെ അവിടെ തന്നെ ജനങ്ങൾക്കത് കാണാമായിരുന്നു. നിങ്ങൾ ഓത്ത് നിർത്തിയപ്പോ അതുവരെ കേൾക്കാൻ വേണ്ടി ഒരു സൊഫായി നിന്നിട്ട് പിന്നെ മേലോട്ടങ്ങ് ഉയർന്നു പോയി. സുബ്ഹാനല്ലാഹ്, നല്ല ശബ്ദത്തിലും രാഗത്തിലും ഈണത്തിലും ഓതേണ്ടതല്ലേ ഖുർആൻ. നല്ല രാഗത്തിലും ഈണത്തിലും അത് ഓതണം. സാധാരണ വായന വായിച്ചാൽ പോരാ, മലയാളം വായിക്കും പോലെ അറബി വാക്കുകൾ വായിക്കും പോലെ വായിച്ചാൽ പോരാ, ഖുർആനോത്തിന് ഈണം വേണം. അതുകൊണ്ടല്ലേ തങ്ങൾ മല്ലം യതഗന്ന ബിൽ ഖുർആനി ഫലൈസ മിന്നാ, രാഗത്തിൽ ഖുർആൻ ഓതാത്തവൻ, ഈണത്തിൽ ഖുർആൻ ഓതാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ. നല്ല രാഗത്തിലും ഈണത്തിലും ഓതേണ്ടതാണ് അല്ലാഹുവിന്റെ ഖുർആൻ. സയ്യിനുൽ ഖുർആന ബി അസ്വാതികും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ ശബ്ദം കൊണ്ട് നിങ്ങൾ ഖുർആനിന് അലങ്കാരം നൽകണം. സയ്യിനുൽ ഖുർആന ബി അസ്വാതികും, നല്ല ഈണത്തിൽ ഓതണം, നല്ല ശബ്ദത്തിൽ ഓതണം. അത് വീടുകളിലൊക്കെ ഓതുമ്പോ ഒരു കുട്ടിയെന്നെ അങ്ങനെ നല്ല ഈണത്തിൽ ഓതിയാൽ ആ വീടിന് മൊത്തം റഹ്മത്തും ബറക്കത്തിന്റെയും കണക്ക് പറയാൻ കഴിയൂല. ആ വീട്ടിലുള്ളവർക്ക് എത്രയാണ് ശിഫ അല്ലാഹു നൽകുന്നത് എന്ന് പറയാൻ കഴിയൂല. ആ വീട്ടിലെ കച്ചവടക്കാര്, ആ വീട്ടിലെ തൊഴിലാളികൾ, ആ വീട്ടിലെ ഉമ്മമാർ, ആ വീട്ടിലെ ഉപകരണങ്ങൾ, ആ വീട്ടിലെ സമ്പത്ത്, എത്രയാണ് അല്ലാഹു അതിന് കാവൽ നൽകുന്നത്. എത്ര വലിയ പരിശുദ്ധിയാണ് അല്ലാഹു തആല അതിന് നൽകുന്നത്. അത് നമുക്ക് ലിമിറ്റാക്കാൻ കഴിയില്ല. ഇരിക്കട്ടെ, നല്ല ശബ്ദത്തിൽ പാട്ടുപാടുന്ന സാദാന് ഇതാണോ എന്നോട് ഉപദേശിച്ചത്? നല്ല സൗന്ദര്യമുള്ള ശബ്ദം, ഖുർആൻ കൊണ്ട് ശബ്ദ സൗന്ദര്യം കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സൗന്ദര്യം ഉണ്ടാകുമായിരുന്നു എന്നാണോ പറഞ്ഞത്? ആ ഉപദേശം മനസ്സിലേക്ക് തറച്ചുപോയി. സാദാന് പാട്ട് നിർത്തിയിട്ട് പാട്ടിന്റെ കൂടെ ശരിക്ക് ഈണം ഒപ്പിച്ചിരുന്ന ചില വടികളൊക്കെ സാദാന്റെ കയ്യിലുണ്ടായിരുന്നു. ആ വടികൾ കാൽമുട്ടിലേക്ക് വെച്ചിട്ട് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു. മുട്ടാൻ ഉപയോഗിച്ചിരുന്ന വടികൾ മുഴുവനും എടുത്ത് കാൽമുട്ടിലേക്ക് ചേർത്തി വെച്ചുകൊണ്ട് വളച്ച് പൊട്ടിച്ച്, എന്നിട്ടതാ ഇബ്നു മസ്ഊദ് തങ്ങളെ വാഹനം പോയതിന്റെ പിന്നാലെ സാദാന് ഓടിപ്പോകുന്നു. പിന്നാലെ ജനങ്ങളും ഓടുന്നു. ജനങ്ങൾ എന്തിനാ ഓടുന്നത് എന്നറിയുമോ? മദ്യപാനികളെ പാട്ടുപാടി സുഖിപ്പിച്ച സാദാനിനെ മുത്തുനബി തങ്ങളെ ഖാദിമായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കുമോ?
അതൊന്ന് കാണണം എന്ന നിലക്കാണ് പിന്നാലെ ആളുകൾ ഓടിപ്പോകുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കുറച്ച് ദൂരെ വാഹനത്തിലോടുമ്പോ സാധാരണ കൈകൊട്ടി വിളിച്ചിട്ട് നിൽക്കാൻ വേണ്ടി പറയുന്നു. ഓടിച്ചെന്ന് അടുത്തേക്ക് ചെന്നപ്പോ വാഹനത്തിൽ നിന്ന് താഴെറങ്ങിയിട്ട് സാധാരണ ചെറുപ്പക്കാരനെ ആലിംഗനം ചെയ്ത് വരവേറ്റ് സ്വീകരിച്ചു പോയി. എനിക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു തരണം. നിങ്ങളിൽ നിന്നല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിക്കാൻ പറഞ്ഞത്. എന്റെ കാലശേഷം 6 പേരിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ ഒരു മഹാനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് തങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. നിങ്ങൾ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തരണം, ഖുർആൻ ഓത്ത് പഠിപ്പിച്ചു തരണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂടെ കൊണ്ടുപോയി. ജനങ്ങൾ ആശങ്കയോടെ നോക്കുമ്പോ ജനങ്ങളിലേക്ക് തിരിഞ്ഞ് മഹാനവർകൾ പറഞ്ഞു, പാടുന്ന പാട്ടും ആടുന്ന നൃത്തവും നിർത്തിയിട്ട് ഖുർആന് പഠിക്കാനും കേൾക്കാനും വന്ന ഒരാളെ ഞാൻ സ്വീകരിക്കേണ്ടയോ? പാട്ട് പാടാനല്ലല്ലോ ഇപ്പൊ വന്നത്, പാടിയിട്ട് എന്നെ സുഖിപ്പിക്കാനല്ലല്ലോ വന്നത്. അപ്പാടുന്ന പാട്ട് നിർത്തിയിട്ട് ഖുർആൻ പഠിക്കാനല്ലേ വന്നത്, ഖുർആൻ കേൾക്കാനല്ലേ വന്നത്. അത്തരത്തിലൊരാളെ ഞാൻ സ്വീകരിക്കണ്ടേ? ഞാൻ ഒഴിവാക്കി വിടാൻ പറ്റൂലല്ലോ. ആ നിലയ്ക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്നു. സാദാനോട് പിന്നീട് ജനങ്ങൾ ചോദിച്ചു, സാദാനെ ഇപ്പൊ പാട്ട് പാടാറുണ്ടോ? സാദാൻ പറയുന്നത്, ഖുർആനോത്ത് ഞാൻ അങ്ങ് സ്വീകരിച്ചു തുടങ്ങിയ ശേഷം ഖുർആനോത്ത് എന്റെ മനസ്സിലങ്ങ് ശരിയായ നിലക്ക് എന്റെ മനസ്സിൽ പിടിച്ച ശേഷം പിന്നെ ഞാൻ പാട്ടുപാടിയിട്ടില്ല. എനിക്ക് എല്ലാറ്റിനും ഖുർആൻ മതി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പോയി ഖുർആനോത്തങ്ങ് പഠിച്ച് ഖുർആനോത്തങ്ങ് ശരിയായ നിലക്ക് ശീലമാക്കിയിട്ട് പിന്നെ എനിക്ക് പാട്ട് പാടേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്തിനും ഏതിനും എനിക്ക് ഖുർആൻ തന്നെ മതി. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടില്ലേ, ആ അനാവശ്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സാധാരണ ചെറുപ്പക്കാരൻ ഖുർആനിന്റെ ശബ്ദത്തിന് സൗന്ദര്യം നൽകിയിട്ട് നല്ല ഈണത്തിലും ശബ്ദത്തിലും ഖുർആനോത്ത് തെരഞ്ഞെടുത്തതോടെ, അതിന്റെ പഠനവും അതിന്റെ ശബ്ദവും തെരഞ്ഞെടുത്തതോടെ സാധാരണ എല്ലാവിധ ബറക്കത്തും അതുകൊണ്ട് കിട്ടിപ്പോയി എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യം കേട്ടുകൊണ്ട് കാതിനെ കേടാക്കരുത്, മനസ്സിനെ കേടാക്കരുത്. മനസ്സിൽ വരേണ്ട ചിത്രങ്ങൾ നല്ലതാകണം, മനസ്സിൽ വരേണ്ട ഓർമ്മകൾ നല്ലതാകണം, മനസ്സിൽ വരേണ്ട വിഷയങ്ങൾ നന്മയാകണം. അപ്പോഴേ മനസ്സിന്റെ ക്ലിയർ നിലനിർത്താൻ കഴിയുകയുള്ളൂ, മനസ്സിന്റെ പരിശുദ്ധി പരിപോഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ, മനസ്സിന് ആത്മീയമായ ഭാവങ്ങൾ കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. പറ്റാത്തത് കേട്ടാല് മനസ്സിനതിന് സ്വാധീനമുണ്ടാകുമോ? ഉണ്ട്. അനാവശ്യമായത് കണ്ടാല് മനസ്സിനതിന്റെ ചിത്രം വരുമോ? ചിത്രം വരും. അനാവശ്യമായ വിഷയങ്ങളിൽ പങ്കെടുത്താൽ അതിന്റെ ഒരു കുറവ് മനസ്സിനുണ്ടാകുമോ? ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു വിഷയവും കേൾക്കാതെ, അത്തരത്തിൽ ഒന്നിനും സമയം കളയാതെ, അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും കാണാതെ കഴിവിന്റെ പരമാവധി അനാവശ്യങ്ങളിൽ നിന്ന് മാറി ജീവിക്കണം. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യങ്ങൾക്ക് വേണ്ടി സമയം കളയരുത്. അനാവശ്യം കാണുന്നതിന് കേൾക്കുന്നതിന് വേണ്ടി ആകരുത് നമ്മുടെ സമയം മുഴുവനും തീർക്കുന്നത്. കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും. കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഒരു പാട്ട് കേൾക്കട്ടെ, മദ്ഹിനെ മുന്തിച്ചോളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹുകൾ ധാരാളമില്ലയോ? ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ മദ്ഹുകൾ
മദ്ഹുകൾ ധാരാളമില്ലയോ? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഇരുന്ന് കേട്ട മദ്ഹല്ലേ ബദരീങ്ങളെ മദ്ഹ്. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? റുബയ്യ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, എന്റെ കല്യാണ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലേക്ക് വന്നു. എന്റെ വീട്ടിൽ വന്നപ്പോ ചെറിയ കുട്ടികൾ ദഫ് മുട്ടിയിട്ട് പാട്ട് പാടുന്നുണ്ട്. ചെറിയ കുട്ടികൾ ദഫ് മുട്ടിയിട്ട് പാട്ട് പാടുന്നുണ്ട്. ബദർ ദിവസത്തിൽ ഷഹീദായി പോയ ഉപ്പാപ്പമാരെ പറ്റി മക്കൾ അങ്ങനെ പാട്ട് പാടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കട്ടിൽ ഇരുന്നിട്ട് കുട്ടികളെ പാട്ട് നന്നായി ശ്രവിക്കുന്നു. ദഫ് മുട്ടിൽ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഫ് മുട്ടിയിട്ട് പാട്ട് പാടുമ്പോ, ബദരീങ്ങളെ മദ്ഹ് പാടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നത് കേട്ടു എന്നതും, കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറഞ്ഞു ഒരു കുട്ടി പാട്ട് പാടിയപ്പോ നേരത്തെ പാടിയ ബദരീങ്ങളെ പാട്ട് തന്നെ പാടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു എന്നും ഹദീസിൽ കാണാം. ബദരീങ്ങളെ മദ്ഹ്, മരണത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തുന്ന പാട്ടുകൾ, കൊട്ടും കൊരവയും കൂടെയില്ലാത്തത്. കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ മരണമൊന്നും ആകൂല, മനസ്സിലേക്ക് കൂടുതൽ താളം വെച്ച് വരിക. എല്ലാറ്റിൻ്റെയും കൂടെ അത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ചെലവ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. പഴയ കാലത്ത് ഒരു മ്യൂസിക്കും ഒന്നും ഇല്ലാതെ നല്ല ആത്മീയതയെ ഉണർത്തുന്ന നല്ല നല്ല ഗാനങ്ങൾ ഉണ്ടായിരുന്നു, പാട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ ചെലവ് കൂടി കിട്ടാൻ വേണ്ടി, കാശ് കൂടുതൽ പല ആൾക്കാർക്കും കിട്ടാൻ വേണ്ടി പലരും ഇഹ്റാം കെട്ടിയിട്ട് പലതും ഇങ്ങനെ ചെലവാക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഒരു വാള് കേൾക്കാൻ തന്നെ മനുഷ്യന്മാര് പരസ്യം കണ്ട് 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 മടുത്തു പോവാണ്. എത്ര പരസ്യങ്ങളാണ് ഓരോരുത്തർ അതിൻ്റെ ഇവിടെ കൂടെ തിരികെ കൂറ്റി കേട്ടിട്ട് വിട്ടുകയാണ്. ആൾക്കാരത് കണ്ട് ചടച്ചു പോവാ. പിന്നെ അത് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ഇടങ്ങേറാകാണ്. പിന്നെ ചില ആളുകളൊക്കെ ഇത് പറയുന്നത് കാണണ്ട, ശബ്ദം മാത്രം കേട്ടാൽ മതി എന്നുള്ളവർക്ക് അങ്ങനെ കുറെ ആൾക്കാർ സ്വീകരിച്ചു പോയി. പിന്നെ ആ ഇടങ്ങേറില്ലല്ലോ എന്നുള്ളവർക്ക് അത് പറയുന്നത് മാത്രം കേൾക്കുക, ശബ്ദം മാത്രം കേൾക്കുന്ന, പിന്നെ അത് കാണണ്ടല്ലോ. എന്താ സഹോദരങ്ങൾ, എല്ലാ സംഗതികളിലും കാണാം ഇങ്ങനെ. നമ്മൾ നന്മക്ക് വേണ്ടി, വിശുദ്ധ ഖുർആൻ നമ്മളോട് മത്സരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി, നന്മക്ക് വേണ്ടി നമ്മുടെ സമയം മുന്നോട്ട് മുന്നോട്ട് കൂടുതൽ ചെലവഴിക്കണം. ഉപദേശങ്ങളൊക്കെ നല്ലോണം കേൾക്കുന്നതോടൊപ്പം ആഖിറത്തിലേക്ക് വേണ്ടി മത്സരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ ചില കാര്യങ്ങളൊക്കെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി ജാഗരൂകരാകണം. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, റബ്ബ് തആല പറഞ്ഞു, സാബിഖൂ, നിങ്ങൾ മുന്നോട്ട് വരണം. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് മഗ്ഫിറത്ത് ലഭിക്കുന്ന കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരണം. അല്ലാഹുവിൽ നിന്ന് മഗ്ഫിറത്ത് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. പക്ഷെ അത് പറഞ്ഞാൽ ആളുകൾ സ്വീകരിക്കുമോ എന്നറിയില്ല. എന്നാലും ബാധ്യത എന്ന നിലക്ക് പറയട്ടെ, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ള ആളുകളിൽ നിന്ന് ഉണ്ടായിത്തീർന്ന അബദ്ധങ്ങൾ, അപക്വമായ വാക്കുകളും ശൈലികളും മാപ്പ് ചെയ്തു കൊടുക്കുക. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ വലിയൊരു മാർഗമാണ് സഹോദരങ്ങളെ അത്. നമ്മുടെ കൂട്ടുകാരും നമ്മുടെ കുടുംബക്കാരിൽ നിന്നും ഒരുപാട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വാക്കുകളും അവസ്ഥകളും വന്നേക്കാം. ജീവിതത്തിൽ എല്ലാവരും ഒരേ രൂപത്തിലല്ലല്ലോ, ഒരേ ഭാവത്തിലല്ലല്ലോ. പലരും പല രൂപത്തിലും പല സ്വഭാവത്തിലുമല്ലേ. അപക്വമായ ചില വർത്തമാനങ്ങള്, ചില സംസാരങ്ങള്, ചില ചെയ്തികള് നമുക്ക് ഇഷ്ടപ്പെടാത്തത് വന്നേക്കാം. അത് മാപ്പാക്കി കൊടുക്കുന്നിടത്ത് നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ മഗ്ഫിറത്താണ്. റബ്ബിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം അതാണ്.
അതുകൊണ്ടല്ലേ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുത്ത ഏറ്റവും നല്ല വഴിയും അത് തന്നെയല്ലേ. കൂക്കി വിളിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞ് കല്ലെറിഞ്ഞ് ഒന്നും സ്വീകരിക്കാതെ ത്വായിഫിന്റെ തെരുവീതിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം കുടുംബക്കാര് തന്നെ വേട്ടയാടിയപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി അല്ലാഹുമ്മ ഹ്ദി ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. എന്റെ കൗമിന് നീ മാപ്പ് കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. വിവരമില്ലാത്തവരാണല്ലോ, അവർക്ക് അറിവെത്തുമ്പോ വിവേകമെത്തുമ്പോ കാര്യം മനസ്സിലാക്കി അവര് നിന്റെ മാർഗത്തിലേക്ക് വന്നുകൊള്ളും. മാപ്പ് കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി എന്നല്ലേ തങ്ങൾ ദുആ ചെയ്തു കൊടുത്തത്. പ്രതികാരം ആഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിലും പ്രതികാരത്തിന്റെ മാർഗം സ്വീകരിക്കാതെ വിട്ടുവീഴ്ചയുടെയും മാപ്പിന്റെയും മാർഗം സ്വീകരിച്ച് ലോകത്തെ ഏറ്റവും വലിയ വിട്ടുവീഴ്ച പഠിപ്പിച്ച നേതാവ് സയ്യിദുൽ അംബിയാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വഴിയാണത്. മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക. അതിന് കുറച്ചൊക്കെ ഒരു ഈമാൻ വിളിച്ചുള്ള ആളുകള് നമ്മളെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക സംഗതിക്ക് ഒരുങ്ങുമ്പോ, ഉദാഹരണമായിട്ട് ഇപ്പൊ ഹജ്ജിനോ ഉംറക്കോ അല്ലെങ്കിൽ കല്യാണത്തിനോ അല്ലെങ്കിൽ പൊരക്കൂടലിനോ അങ്ങനെയുള്ള ഏതെങ്കിലും സംഗതിക്കൊക്കെ ഒരുങ്ങുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് സുൽഹാക്കി മസലത്താക്കി ഒന്ന് പൊരുത്തപ്പെടിച്ച് ഒന്ന് റെഡിയാക്കി ഒന്നുകൂടി ഒന്ന് ജീവിതമൊക്കെ ഒന്ന് വട്ടത്തിലാക്കുക. കുറച്ചുകൂടി ഈമാൻ വെളിച്ചുള്ള ആളുകളിൽ നിന്ന് ഒരു പക്ഷെ അങ്ങനെ വരും. പക്ഷെ ഈമാൻ വെളിച്ചം വളരെ ദൂരത്തായ ആളുകൾ പിന്നെയും അതിൽ നിന്ന് പിറകോട്ട് നിൽക്കും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. കഴിഞ്ഞ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ച 1-2 ആളുകളോട് അവരാ വിഷയം വന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ദ്വാരന്ന് കൊടുത്തു. നമുക്കെല്ലാവർക്കും നമ്മളെ കൂട്ടത്തിൽ അടുത്ത വർഷം ഉദ്ദേശിക്കുന്നവർക്ക് പ്രത്യേകിച്ചും മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജ് ഉംറകൾക്കും മർലിയായ സിയാറത്തിനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ പരിശുദ്ധമായ കർമ്മത്തിന് ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾ ഏറ്റവും നല്ല രൂപത്തിലേക്ക് ഹജ്ജിന് പോകാൻ വേണ്ടത്. ഞാൻ എന്ത് സംഗതികൾക്ക് മുന്നോട്ട് നിൽക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, എൻ്റെ ഹജ്ജും ഉംറയും പൂർണ്ണമായി മഖ്ബൂലായി കിട്ടണം. നിങ്ങൾ ഏതായാലും ഹജ്ജിന് പോകല്ലേ, ഒരു 10-50 വയസ്സ് കഴിഞ്ഞിട്ട് അള്ളാഹു നിങ്ങൾക്ക് തന്ന തൗഫീഖല്ലേ. നിങ്ങളെ ഒരു 2 വയസ്സിന്റെ അല്ലെങ്കിൽ 3 വയസ്സിന്റെ ഒരു മാറ്റേ ഉള്ളൂ നിങ്ങളെ സഹോദരൻ. നിങ്ങളെ ഒരേ ചോര, നിങ്ങളെ വാപ്പക്കും നിങ്ങളെ ഉമ്മക്കും ജനിച്ച നിങ്ങളുടെ സഹോദരൻ. സംഗതി ആ സഹോദരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ചില വിഷയങ്ങൾ ഉണ്ടായി എന്ന് കുട്ടിക്കോളും, നിങ്ങൾക്ക് വരാലോ. മനുഷ്യന്മാരെല്ലാവരും ഒരേ സ്വഭാവമല്ലല്ലോ. അങ്ങനെ സംഭവിച്ചു, ശരിയാ. പക്ഷെ നിങ്ങൾ പോകുന്ന പോക്കില് ഒന്ന് റാഹത്തോടെ നിങ്ങളെ മനസ്സിനൊരു സന്തോഷവും, എല്ലാവർക്കും പങ്കെടുക്കുന്ന നിങ്ങളെ പരിപാടിക്ക് വേണ്ടി യാത്രയപ്പിന് വേണ്ടി പങ്കെടുക്കുന്നവർക്കൊക്കെ സംഗതി അത്രയൊക്കെ ആൾ ചെയ്തിട്ടും മാപ്പായി കൊടുത്തല്ലോ. നല്ല ഹജ്ജ് നല്ല ഉംറ അള്ള കൊടുക്കട്ടെ എന്ന് എല്ലാവരും ദ്വാരക്കാനൊക്കെ കാരണല്ലേ. നിങ്ങളെ സഹോദരനോടൊന്ന് പൊരുത്തപ്പെടിച്ച് നിങ്ങളെ വീട്ടിൽ ഒരു പരിപാടിയൊക്കെ ഉണ്ടാക്കിയ പരിപാടിക്ക് സഹോദരനൊക്കെ വന്ന് നിങ്ങളെ യാത്രയാക്കാനൊക്കെ വന്ന് നല്ല മനസ്സോടെ യാത്ര ചെയ്ത് നല്ല റാഹത്തോടെ അമലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാകൂലേ എന്ന് വാളും ഉപദേശമൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഉസ്താദേ അതിന് ഞാൻ അവിടെ മൗത്താകാൻ പോകുന്നില്ലല്ലോ, മരിക്കാൻ പോകുന്നില്ലല്ലോ, ഞാൻ ഹജ്ജ് ഇങ്ങോട്ട് തന്നെ വരൂലേ എന്ന് പറഞ്ഞ് അത് തീർക്കാനായിട്ട് ഇനി വന്നിട്ട് ബാക്കി തുടങ്ങണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്ത് വാള് പറയാനാ, പിന്നെ എന്ത് നസീഹത്ത് കൊടുക്കാനാ സഹോദരങ്ങളെ. നമ്മളെ മനസ്സിന്റെ കട്ടിയൊക്കെ ഒന്ന് കുറക്കണ്ടേ. നിസ്സാര പ്രശ്നമായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക, അന്വേഷിച്ച് നോക്കിയാൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അത് കേട്ടാൽ ചിരി വരും. ഇതിനാപ്പോ ഈ ഒരു പൊരുത്തക്കേടായിട്ട് ഇങ്ങനെ നടക്കണമെന്നൊക്കെ ചോദിക്കും. നിസ്സാര വിഷയം ഉണ്ടാകുള്ളൂ, അതിന് വർഷങ്ങളെ പഴക്കമുണ്ടാകും. നിസ്കാരത്തിന് കുറവുണ്ടാവില്ല,
ജമാഅത്തിന് കുറവുണ്ടാവൂല, ഖുർആനോത്തിന് കുറവുണ്ടാവില്ല. ഒറ്റ കുറവേ ഉള്ളൂ, അത് തിരുത്താനേ ഉള്ളൂ. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടാൻ ഒറ്റ വിഷയമുള്ളൂ ഞവർക്ക് വേണ്ടത്. എന്താണ്? ഈ പ്രശ്നങ്ങളൊന്ന് പരിഹരിച്ചിട്ടാൽ മതി. മനസ്സിൽ നീറുന്ന സങ്കടം ഉണ്ടായിട്ട് നമുക്കാർക്കും ദുന്യാവിൽ അങ്ങനത്തെ വന്ന് നമുക്കാർക്കും അനുഭവം പറയണ്ടാകൂല. എന്നിട്ട് നിങ്ങൾ നോക്ക്, നീറുന്ന പ്രശ്നങ്ങൾ മനസ്സിൽ വന്നിട്ട് അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തില്ലേ വലിയ വലിയ മഹാന്മാര്? ആ വിട്ടുവീഴ്ച നമുക്കൊരു ഉദാഹരണമാക്കി അല്ലാഹു തആല പഠിപ്പിച്ചില്ലേ? എത്ര നീറുന്ന പ്രശ്നങ്ങൾക്കാണ് അവർ വിട്ടുവീഴ്ച കൊടുത്തത്. ഉമ്മമാരെ, ഉപ്പമാരെ, ഖുർആൻ വലിയൊരു ഉദാഹരണം പഠിപ്പിക്കുന്നില്ലേ? നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാം എത്ര വലിയ മഹത്വമുള്ള മഹാനാണ്. ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 10 മക്കൾ, ഒന്നാമത്തെ ഭാര്യയിലുള്ള 10 മക്കൾ, രണ്ടാമത്തെ ഭാര്യയിലുള്ള യാക്കൂബ് നബി അലൈഹിസ്സലാമിന് കൂടുതൽ സന്തോഷവും ഇഷ്ടവും സ്നേഹവും ഒക്കെ നൽകുന്ന, എപ്പോഴും മഹാനവറുകൾ കൂടെ കൊണ്ട് നടക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന സഹോദരനെ ചെറുപ്പകാലത്ത് 16-ാമത്തെ വയസ്സിൽ ബാപ്പയിൽ നിന്ന് അടർത്തിയെടുത്ത് മക്കള് സഹോദരങ്ങൾ കൊണ്ടുപോയില്ലേ? കൊണ്ടുപോകുന്നത് എന്തിനാണ്? അവരെല്ലാവരെയും പ്രേരിപ്പിച്ച കാര്യം ഒന്നാണ്. എന്തിനാണ് അവര് സഹോദരന്റെ ബാപ്പയിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്നത്? യഖ്ലുലക്കും വജ്ഹു അബീക്കും വതകൂനൂ മിൻ ബഅദിഹി ഖൗമൻ സ്വാലിഹീൻ. നിങ്ങളെ ബാപ്പയുടെ സൽക്കാരവും ബാപ്പയുടെ സമ്പർക്കവും ബാപ്പയുടെ സാന്നിധ്യവും ഒത്താശയും ഒക്കെ നിങ്ങൾക്ക് മാത്രം ലഭിക്കണമോ? നിങ്ങളെ സഹോദരനെ ബാപ്പയിൽ നിന്ന് അടർത്തിയെടുത്തു കൊണ്ടുപോകണം. സുബ്ഹാനല്ലാഹ്. ആ തീരുമാനത്തിൽ 10 പേരും സംബന്ധിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അടർത്തിക്കൊണ്ടുപോയി. ബാപ്പയുടെ കണ്ണിൽ നിന്ന് കുടുംബത്തിന്റെ മൊത്തം സാന്നിധ്യത്തിൽ നിന്ന് മാറ്റിയെടുത്ത് മകനെ കൊണ്ടുപോയി കളഞ്ഞിട്ട് തിരിച്ചു വന്നവര് പറഞ്ഞില്ലേ, അതേ ഞങ്ങളുടെ സാധനങ്ങളും മറ്റുമൊക്കെ വെച്ചെടുത്ത് കാവലിന് യൂസുഫിനെ നിർത്തിയിരുന്നു. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു നോക്കുമ്പോ ചെന്നായ പിടിച്ചുപോയി വാപ്പാ. വലിയ ഒരു കളവാണ് അവര് പറയുന്നത് എന്ന് ആ സമയത്ത് തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മനസ്സിലായിട്ടുണ്ട്. എന്തേ കാരണം? കള്ളം പറയുമ്പോ ഏതെങ്കിലും ഒരു പഴുത് ഒഴിവാക്കിയിട്ടുണ്ടാകും. അതിലൂടെ സംഗതി വെളിച്ചത്ത് വരികയും ചെയ്യും. ഇവരൊരു കുപ്പായം കൊണ്ടുവന്നിരുന്നു. ആരെ കുപ്പായം? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായം. എന്നിട്ട് ആ കുപ്പായത്തിന്റെ മേലെ ആടിനെ അറുത്തിട്ടതിന്റെ ചോര പല ഭാഗത്തും പുരട്ടിയിട്ടുണ്ട്. എന്നിട്ട് ചെന്നായ വലിച്ചു കീറി കുപ്പായം ഇങ്ങനെ ചോരയിലായി എന്ന് പറഞ്ഞപ്പോ കുപ്പായം ഒന്ന് നേരെ പിടിച്ചിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നല്ല ബുദ്ധിയുള്ള ചെന്നായയാണല്ലോ, ബട്ടണൊന്നും അടിക്കാതെയാണോ ഈ കുപ്പായം ചെന്നായ അയച്ചു മാറ്റിയത്? സുബ്ഹാനല്ലാഹ്. ബാപ്പാന്റെ അടുത്ത് കുപ്പായം കൊണ്ടുപോകുമ്പോ കുടുക്ക് അടിക്കാൻ മക്കള് മറന്നുപോയി. അപ്പൊ യാക്കൂബ് നബി അലൈഹിസ്സലാം ചോദിച്ചു, ബുദ്ധിയുള്ള ചെന്നായയാണ്, ഒരൊറ്റ ബട്ടണും അടിക്കാതെ കുപ്പായം അങ്ങ് ഊരിയെടുത്തതാണോ? അവരെ പറയുന്നത് കളവാണെന്ന് മഹാനവറുകൾക്ക് തിരിഞ്ഞതുകൊണ്ടല്ലേ? ബൽ സവ്വലത്തിലക്കും അൻഫുസുക്കും അംറാ. നിങ്ങളെ മനസ്സിനൊരു കാര്യം തോന്നിയപ്പോ മക്കളെ നിങ്ങളത് ചെയ്തു വന്നു. ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങൾ ഈ ചെയ്ത കാര്യത്തിൽ ഞാൻ നല്ല ക്ഷമ പാലിക്കുകയാണ്. അള്ളാഹുവിലേക്ക് നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഞാൻ ഏൽപ്പിക്കുന്നു. പടച്ച റബ്ബിനോട് ഞാൻ സഹായം ചോദിക്കുന്നു. ആ മക്കൾ അങ്ങനെ നടന്നു, വീട്ടിൽ അങ്ങനെ താമസിച്ച്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ അങ്ങനെ താമസിച്ച് മുന്നോട്ട് പോയി. ഒരു 60 വർഷം കഴിഞ്ഞപ്പോഴും യാക്കൂബ് നബി അലൈഹിസ്സലാം ഇടക്കിടക്ക് തന്റെ മക്കളോട് പറയും, എന്റെ യൂസുഫ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ
എന്തൊരു സുഖമായിരുന്നു. ഇടക്കിടക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഇങ്ങനെ ഓർമ്മിക്കും. ഇവര് സ്വന്തം സവിധത്തിൽ നിന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ മാറ്റിയിട്ടും ബാപ്പയുടെ സാമീപ്യവും ബാപ്പയുടെ സാന്നിധ്യവും പൂർണ്ണമായവർക്ക് കിട്ടുക എന്നുള്ള കാര്യം ഉണ്ടായില്ല. കാരണം ലക്ഷ്യം നല്ലതല്ലാത്തത് കൊണ്ട് വിഷയവും നേടിയെടുത്തില്ല. അവർക്ക് കിട്ടിയില്ല ബാപ്പയുടെ പൂർണ്ണ സാന്നിധ്യവും പൂർണ്ണ സഹകരണവും. ഇടക്കിടക്ക് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ഇങ്ങനെ ഓർക്കും. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അന്വേഷിക്കാൻ വേണ്ടി മക്കളെ വിടും. പല ഭാഗത്തേക്കും ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലേക്ക്, ചന്തകളിലേക്ക്, സീസൺ കച്ചവടങ്ങളിലേക്കൊക്കെ വിടും. അവിടെ പോയൊക്കെ യൂസുഫിനെ നിങ്ങൾ അന്വേഷിക്കണമെന്ന് പറയും. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം അപ്പോഴും ജീവിക്കുന്നത് ഈ 10 മക്കളോടൊപ്പം തന്നെയാണ്. പിന്നീട് സഹോദരങ്ങളെ, മിസ്റിലെ രാജാവ് റേഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. പരിസരങ്ങളിൽ മുഴുവനും വരൾച്ച ബാധിച്ചപ്പോ, ഭക്ഷ്യധാന്യങ്ങൾക്ക് വരൾച്ച വന്നപ്പോ ആദ്യമായി റേഷൻ സംവിധാനം നടപ്പിലാക്കിയത് യൂസുഫ് നബി അലൈഹിസ്സലാമാണ്. അന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്റിലെ അസീസ് രാജാവിന്റെ സാമ്പത്തിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അവിടുത്തെ മേലുദ്യോഗസ്ഥനാണ്. ആ യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ റേഷൻ പദ്ധതിയും കാര്യങ്ങളൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരങ്ങൾ 10 ആള് റേഷൻ വാങ്ങാൻ വേണ്ടി അവിടെ വന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം അവരെ കണ്ടപ്പോ തന്നെ അവരെ തിരിച്ചറിഞ്ഞു. സുബ്ഹാനല്ലാഹ്, 10-60 കൊല്ലം മുമ്പ് തന്നെ ഉപ്പയിൽ നിന്ന് അടർത്തിയെടുത്ത് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ തന്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ 10 ആളുകളും റേഷൻ വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഒരാൾക്കും അന്നം മുടക്കിയില്ല. അന്നം മുടക്കിയില്ലെന്ന് മാത്രമല്ല, കണ്ടപ്പോ തന്നെ അവരെ യൂസുഫ് നബി അലൈഹിസ്സലാമിന് തിരിച്ചറിഞ്ഞു. പക്ഷേ അവരിൽ ഒരൊറ്റ ആൾക്കും യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മനസ്സിലായിട്ടില്ല. പോകാൻ നേരത്ത് തൊഴിലാളികളോട് പറഞ്ഞു, ഇജഅലൂ ബിളാഅതഹും ഫീ റിഹാലിഹിം ലഅല്ലഹും യഅരിഫൂനഹാ ഇദൻ ഖലബൂ ഇലൈഹിം ലഅല്ലഹും യർജിഊൻ. അവർ പോകുന്ന സമയത്ത് അതേ റേഷൻ വാങ്ങാൻ വേണ്ടി കൊണ്ടുവന്ന വിലകൾ, വസ്തുക്കളില്ലേ, വിലയായി കൊണ്ടുവന്നതില്ലേ, ആ വില മുഴുവനും കൊണ്ടുവന്ന അവരുടെ രൂപം മുഴുവനും, അതേ ദിർഹം ദീനാറുകളൊക്കെ ഇല്ലേ, അത് മുഴുവനും അവരുടെ പാക്കറ്റിൽ തന്നെ നിങ്ങൾ കെട്ടിവെച്ച് തിരിച്ചേക്കണം. ഒരൊറ്റ ആളുടെയും കാശ് സ്വീകരിക്കണ്ട. ആ 10 പേരുടെയും കാശ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചെലവിലാണ് യൂസുഫ് നബി അലൈഹിസ്സലാം കൊടുക്കുന്നത്. ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുത്തു. പോകുന്ന സമയത്ത് അവര് വീട്ടിലെത്തിയിട്ട് അവര് ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ, രാജാവ് നല്ല മനുഷ്യനാണ്, കണ്ടില്ലേ, ഹാദിഹി ബിളാഅതുനാ റുദ്ദത് ഇലൈനാ വനമീറു അഹ്ലനാ, നമ്മളെ കുടുംബക്കാർക്ക് വേണ്ട ഭക്ഷണം തന്നു എന്ന് മാത്രമല്ല, നമ്മൾ കൊണ്ടുപോയ വിലയായി കൊണ്ടുപോയതൊന്നും സ്വീകരിക്കാതെ നമ്മുടെ പാക്കറ്റിൽ തന്നെ തിരിച്ചയച്ചിരിക്കുകയാണ്. ഇനിയും റേഷൻ വാങ്ങാൻ നമുക്ക് വേറെ വില വേണ്ട, ഇത് തന്നെ മതിയല്ലോ. രണ്ടാമത്തെ ഘട്ടവും റേഷൻ വാങ്ങാൻ വേണ്ടി 10 പേര് വന്നപ്പോ അവരെ വിളിച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾ 10 ആള് മാത്രമാണോ നിങ്ങളെ വാപ്പക്ക് മക്കളുള്ളത്? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ 12 ആളുണ്ടായിരുന്നു. ഒരാളെ ചെറുപ്പത്തിൽ കാണാതായി പോയി എന്നവര് പറയുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാമിനോടാണ്. ഒരാളെ ചെറുപ്പത്തിൽ തന്നെ കാണാതായി പോയി. ആ കാണാതായി പോയ ആളെ ഒരു അനിയനുണ്ട് അവിടെ, ബിന്യാമീൻ എന്ന് പേരുള്ള. അദ്ദേഹം വീട്ടിലുണ്ട്, വാപ്പാന്റെ കൂടെ ഒരാളെങ്കിലും വേണ്ടത് അവിടെ നിർത്തിയതാണ്. എന്നാ ഒരു കാര്യം ചെയ്യണം, നിങ്ങളിപ്പോ 10 ആളല്ലേ വന്നിട്ടുള്ളൂ, അടുത്ത വരവിന് ആ സഹോദരനും കൂടി കൊണ്ടുവരണം. അപ്പൊ 11 ആക്കുള്ള റേഷൻ കിട്ടുമല്ലോ, ഇപ്പൊ 10 ആക്കുള്ളല്ലേ കിട്ടിയിട്ടുള്ളൂ, കൂടുതൽ കിട്ടും ചെയ്യുമല്ലോ. കൊണ്ടുവരാതെ നിങ്ങൾ ഇങ്ങോട്ട് വരരുത്, റേഷൻ മുടങ്ങിപ്പോകും. ഞങ്ങൾ വാപ്പയോട് പറഞ്ഞോക്കട്ടെ എന്ന് പറഞ്ഞു. ആ എന്നാ ശരി എന്ന് പറഞ്ഞു. രണ്ടാമത് തിരിച്ചുപോയി വാപ്പാനോട്, വാപ്പ, ഞങ്ങളെ സഹോദരനും കൂടി ഞങ്ങളെ കൂടെ വിട്ടുതരണം, അപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ റേഷൻ ലഭിക്കും ചെയ്യും, ഞങ്ങൾ നന്നായി സൂക്ഷിക്കും.
പക്ഷേ ആ മക്കൾ നേരത്തെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ യാക്കൂബ് നബിയോട് അങ്ങനെ ചെയ്തിട്ടും മക്കളെ വിശ്വാസത്തിലെടുത്തു ബാപ്പ. ബാപ്പമാർക്ക് അതൊരു മാതൃകയാണ്. നമ്മളെ നാട്ടിലെ ബാപ്പാരെ പറയും, ഒരിക്കൽ നിന്നോട് എൻ്റെ കയ്യിൽ നിന്നൊരു ചതി പറ്റിപ്പോയിട്ടുണ്ട്, ഇനി എൻ്റെ മൂക്കിൽ പഞ്ഞെക്കണ കാലം വരെ പറ്റിപ്പോല. വിശ്വാസം ഇല്ലാതാകരുത്. ബാപ്പമാർക്ക് ഉമ്മമാർക്ക് മക്കളിൽ വിശ്വാസം വേണം, ആത്മവിശ്വാസം വേണം. ഇവര് പോക്കാണ് എന്നും പറഞ്ഞാൽ പിന്നെ ആള് പോക്കായിട്ടുണ്ടാകുള്ളൂ, ആള് നന്നാകൂല. ഈ മക്കളോട് ആ ബാപ്പ പറഞ്ഞു, മക്കളെ, എന്റെ മോനെ ബിന്യാമീനെ നിങ്ങളെ കൂടെ ഞാൻ വിട്ടയച്ചു തരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളൊക്കെ എന്നോട് വാക്ക് പറയണം, വേറെ അപായങ്ങളും വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ, അപകടമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരും. എല്ലാ മക്കളും ബാപ്പാന്റെ കൈ പിടിച്ച് വാക്ക് പറഞ്ഞു. വാക്ക് പറഞ്ഞപ്പോ ബാപ്പ പറഞ്ഞു, അല്ലാഹു അലാ മാ നഖൂലു വക്കീൽ, നമ്മൾ ഈ പറഞ്ഞതിന്റെ മേൽ അള്ളാഹുവിനെ ഏൽപ്പിച്ച് നിങ്ങൾ കൊണ്ടുപോയിക്കോളിന്നു. ആ 10 മക്കളോട് സ്നേഹത്തിന് കുറവൊന്നുമില്ല. അവരിൽ നിന്ന് തെറ്റ് സംഭവിച്ചാലും മക്കളോട് ബാപ്പമാർക്ക് ഉമ്മമാർക്ക് സ്നേഹം വേണം. നമ്മളെ മക്കൾ തന്നെയല്ലേ, ഇവര് നന്നാകണം എന്നുള്ള ആശയല്ലേ വേണ്ടത്. നോക്ക് നിങ്ങൾ, അതുകൊണ്ടല്ലേ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അല്ലാഹു നമുക്ക് പഠിപ്പിച്ചത്. 11 മക്കളും വീട്ടിൽ നിന്ന് പോകുമ്പോ മക്കളെ വിളിച്ചിട്ട് ബാപ്പ പറയുന്നു, യാ ബനിയ്യ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖാ. 11 മക്കളല്ലേ ഇപ്പൊ പോകുന്നത്. നിങ്ങൾ മിസ്രിലേക്ക് പോകുമ്പോ, രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കയറുമ്പോ ഒറ്റ കവാടത്തിലൂടെ എല്ലാവരും കയറിയേക്കരുത്, 2-3 കവാടത്തിലൂടെ ഭാഗം ഭാഗമായി കയറണം. എന്തേ അങ്ങനെ പറഞ്ഞത്? ഒരേ മുഖസാദൃശ്യമുള്ളവരാണ് 10-11 ആളുകളും. ഇവരെ കാണുമ്പോ ഏതെങ്കിലും ഒരാൾ അപ്പുറത്തുനിന്ന് ഈ 11 ഒറ്റ വീട്ടിലേക്ക് തന്നെ ഉള്ളതാണോ? അപ്പൊ എത്ര കൊണ്ടുപോകും? എരുവലിക്കും, കണ്ണേറ് വരും, ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് മക്കളെ, ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖാ. ഒറ്റ ഗേറ്റിലൂടെ നിങ്ങൾ കടന്നേക്കരുത്, വ്യത്യസ്ത കവാടത്തിലൂടെ നിങ്ങൾ കടക്കണം. വമാ ഉഗ്നിയൻകും മിനല്ലാഹി മിൻ ശൈഇൻ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് അലൈഹി തവക്കൽതു വഅലൈഹി ഫല്യതവക്കൽ മുതവക്കിലൂൻ. അല്ലാഹു നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ നടക്കും. പടച്ച റബ്ബിന്റെ ഖളാഇന് എതിര് ചെയ്യാൻ കഴിയൂലല്ലോ. എന്നാലും ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. ഉപ്പമാരെ, ഉമ്മമാരെ, ഇങ്ങനെ ഒരു മോനെ ബാപ്പയിൽ നിന്ന് അടർത്തിയെടുത്ത് കൊണ്ടുപോയി പിന്നെ ബാപ്പയിലേക്ക് തിരിച്ചു വരാത്ത രൂപത്തിൽ ആ മകൻ കളഞ്ഞു പോകാൻ 10 മക്കളും കാരണമായി വർത്തിച്ചിട്ടും സ്നേഹം അവരോട് കുറവില്ല, സമീപനം അവരോട് മാറ്റമില്ല. അബദ്ധങ്ങൾ മക്കളിൽ നിന്ന് സംഭവിച്ചാലും, ഗുരുത്തം കെട്ട പ്രവർത്തനങ്ങളും വർത്തമാനങ്ങളും സാമ്പത്തികമായിട്ടോ കുടുംബപരമായിട്ടോ മറ്റോ ഒക്കെ വന്നാലും നന്നാകണം എന്ന ലക്ഷ്യം വെച്ച് അതേ പ്രാർത്ഥനയും പ്രവർത്തനവും ഒക്കെയായി നല്ല സ്നേഹ സമീപനമാണ് കാഴ്ചവെക്കേണ്ടത്. നല്ല സ്നേഹ സമീപനമാണ്, പെരുമാറ്റമാണ് ഉണ്ടാകേണ്ടത്. അതിലെ മാറ്റം സാധ്യമാകൂ. 11 പേരും അവിടെ എത്തിയപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ ബാപ്പയും ഉമ്മയും ഒത്ത സഹോദരനായ ബിന്യാമീനെ തനിച്ച് റൂമിലേക്കൊന്ന് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇന്നി അനാ അഖൂക ഫലാ തബ്തഇസ് ബിമാ കാനൂ യഫ്അലൂൻ. മനസ്സിലായോ നിനക്ക് എന്നെ? ഞാൻ നിന്റെ സഹോദരൻ യൂസുഫാണ്, വിഷമിക്കരുത്. കുറെ കാലമായില്ലേ നമ്മൾ കണ്ടിട്ട്, നമുക്കിവിടെ ഒരുമിച്ച് കഴിയണം. ബാപ്പയെയും മറ്റു കുടുംബാംഗങ്ങളെയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം. കുറച്ചു കാലം നമുക്ക് 2 പേർക്കും ഇവിടെ കഴിയാൻ ഞാൻ ചില ആസൂത്രിത നീക്കങ്ങൾ നടത്തും. അതേ, നീ അതിന് വിഷമിക്കരുത്. നിന്നെപ്പറ്റി പലതും ഒരു പക്ഷേ അവർ പറയും. ഞാൻ നിന്റെ കൂടെ ഇല്ലാത്ത കാലം നിനക്ക് ഒരുപാട് പരിക്ക് ഏറ്റിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാനില്ലാത്തത് കൊണ്ട് ബാപ്പ നിന്നെയല്ലേ അടുപ്പക്കാരനായി കൂടെ കൂട്ടിയത് എന്നങ്ങ് പറഞ്ഞപ്പോ ബിന്യാമീൻ എന്ന സഹോദരൻ ഇത്രയും കാലം അനുഭവിച്ച അനുഭവങ്ങളൊക്കെ വിറക്കിയിട്ട് കരഞ്ഞുപോയി.
അണച്ച് ചേർത്ത് കൂട്ടിപ്പിടിച്ചിട്ട് സമാധാനിപ്പിച്ചിട്ട് അതേ യൂസുഫ് നബി അലൈഹിസ്സലാം അതിനുള്ള മാർഗം ഒരുക്കി. 10 ആളും കെട്ടുകെട്ടാക്കിയിട്ട് അവര് പിരിഞ്ഞ് സാധനങ്ങളുമായി പോകാൻ ഒരുങ്ങുമ്പോ അയ്യത്തുഹൽ ഈറു, ഓ കച്ചവട സംഘമേ പോകാറായിട്ടില്ല. ഒരു വിഷയം ഇവിടെ നടന്നിട്ടുണ്ട്. രാജാവിന്റെ അളവ് പാത്രം കാണുന്നില്ല. അവര് പറഞ്ഞു, അളവ് പാത്രം വേറെ എവിടെയെങ്കിലും തെരഞ്ഞോളൂ. ഒമാക്കുന്ന സാരിക്ക് ഞങ്ങൾ കക്കുന്ന ആൾക്കാരൊന്നുമല്ല, ഞങ്ങൾക്ക് അങ്ങനെ മോഷണത്തിന്റെ സ്വഭാവമൊന്നുമില്ല. അളവ് പാത്രം നിങ്ങൾ പോയോടത്ത് എവിടെയും തെരഞ്ഞോളൂ. അപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ തൊഴിലാളി ചോദിച്ചു, അളവ് പാത്രം നിങ്ങൾ എടുത്തിട്ടില്ല നിങ്ങൾ പറയുന്നു, നിങ്ങളെ കൂട്ടത്തിൽ ആരുടെങ്കിലും കൂട്ടത്തിൽ അങ്ങനെ കണ്ടെത്തിയാൽ എന്താ ചെയ്യാ? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളെ നാട്ടിലെ ഒരു ശിക്ഷ ഉണ്ട്, ആ ശിക്ഷ നടത്തിയാൽ മതി. എന്താ നിങ്ങളെ നാട്ടിലെ ശിക്ഷ? ഞങ്ങളെ നാട്ടിലെ ശിക്ഷ, ആരാണോ കളവെടുത്തത് അയാൾ അവിടെ തടവിലാക്കി പിടിക്കും. കുറച്ചു കാലം ഇവിടെ തടവിലുള്ളൂ. എന്നാ ശരി, നിങ്ങളെ നാട്ടിലെ ശിക്ഷ തന്നെ എടുക്കാം, വേറെ ശിക്ഷ ഒന്നും എടുക്കണ്ട. നിങ്ങളെ നാട്ടിൽ അങ്ങനെയല്ലേ ശിക്ഷ, നിങ്ങളെ ഉപ്പ അങ്ങനെയല്ലേ പഠിപ്പിച്ചെന്നത്, ആ ശിക്ഷ തന്നെ എടുക്കാന്ന് പറഞ്ഞു. കെട്ടയിച്ച് തെരഞ്ഞ് അവസാനം ബിന്യാമീൻ എന്ന് പറയുന്ന സഹോദരന്റെ കെട്ടിൽ നിന്ന് അളവ് പാത്രം കിട്ടിയപ്പോ, ഇതാ അളവ് പാത്രം നിങ്ങളെ സഹോദരന്റെ കെട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ 10 ആളും പറഞ്ഞു, ഈ യസിരിഖ് ഫഖദ് സറഖ അഖുൽ ലഹു മിൻ ഖബൽ. ബിന്യാമീന് മോഷണം നടത്തിയിട്ട് ബിന്യാമീന്റെ കൂടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, മുമ്പ് കാണാതായി പോയ ആ സഹോദരന് മോഷണം നടത്തിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാം ഇത് കേൾക്കല്ലേ? സഹോദരങ്ങളെ എത്ര ക്ഷമിക്കണോ, എത്ര സഹകരിക്കണോ? സ്വന്തം ചേട്ടന്മാർ ഇപ്പോഴും നേരെ എതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അനുകൂലമായിട്ടല്ല. 2 പ്രാവശ്യം റേഷൻ കൊണ്ടുപോയി, 3ാമത്തെ തവണ റേഷൻ കൊണ്ടുപോകുമ്പോഴും അവരെ മനസ്സിന്റെ ഉള്ളിലിരിപ്പ് നോക്ക് നിങ്ങൾ. യൂസുഫ് എന്ന് പറയുന്ന 60 വർഷങ്ങൾക്കപ്പുറം ഇവര് ബാപ്പയിൽ നിന്ന് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ട് ആ സഹോദരനെ കുറിച്ച് ഇപ്പോഴും അവരെ മനസ്സിലുള്ള ചിത്രം അനുകൂല ചിത്രമല്ല. ഈ യസിരിഖ് ഫഖദ് സറഖ അഖുൽ ലഹു മിൻ ഖബൽ. ബിന്യാമീൻ മോഷണം നടത്തിയോ? ആ ബിന്യാമീന്റെ ഒപ്പമുള്ള ഒരു സഹോദരന്റെ വാപ്പിയമ്മയൊത്തെ മൂപ്പരും കട്ടിട്ടുണ്ടാവും പറഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാം മനസ്സിൽ അത് ഒളിപ്പിച്ചു വെച്ചു, രഹസ്യമാക്കി വെച്ചു, ഒന്നും പറഞ്ഞില്ല. മനസ്സിന്റെ ഉള്ളിൽ മഹാനവറുകൾ പറഞ്ഞു, അന്തും ഷർറും മക്കാന വല്ലാഹു അലൈഹി ബിമാ തസിഫൂൻ. നിങ്ങൾ ഇപ്പോഴും ആ സ്വഭാവം ഒന്നും മാറ്റിയിട്ടില്ലല്ലേ? ഇപ്പോഴും പഴയ സ്വഭാവത്തിൽ തന്നെ ഉള്ളത്. നേരത്തെ 16ാം വയസ്സിൽ വാപ്പയിൽ നിന്ന് എന്നെ കൊണ്ടുപോകുന്ന അതേ സ്വഭാവം തന്നെയാണ് ഇപ്പോഴും മാറ്റൊന്നും ഉണ്ടായിട്ടില്ല. അന്തും ഷർറും മക്കാന. അവർ കെഞ്ചി പറഞ്ഞു, ഞങ്ങളെ വാപ്പക്ക് നേരത്തെ തന്നെ ഒരു കുട്ടി നഷ്ടപ്പെട്ടു പോയിട്ട് അതിന്റെ ദുഃഖം മാറിയിട്ടില്ല, അതുകൊണ്ട് സഹോദരൻ എങ്ങനെങ്കിലും തരണം, ഞങ്ങളെ 10 ആളിൽ ഏതെങ്കിലും ഒരാളവിടെ നിർത്തണം. അല്ല, അത് നിങ്ങൾ പറഞ്ഞ നിയമത്തിനെതിരാകൂലേ? നിങ്ങൾ നേരത്തെ എന്തേ പറഞ്ഞത്? ആരിൽ നിന്നാണോ അളവ് പാത്രം കിട്ടുന്നത് അയാളെ പിടിച്ചു വെക്കണം എന്നല്ലേ? പിന്നെ വേറൊരാളെ പിടിച്ചു വെച്ചാൽ അത് അക്രമാവൂലേ? അതുകൊണ്ട് കിട്ടിയ ആളവിടെ നിർത്തണം, അത് വിട്ടു തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. 10 ആളുകളെ കൂട്ടത്തിൽ ചില ആളുകൾ അങ്ങോട്ട് പോയി. കുറച്ചാളുകൾ പറഞ്ഞു, ബാപ്പ പറയാതെ ഞങ്ങൾ വരുന്നില്ല എന്ന്. ബാപ്പ പറയാതെ ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു കുറച്ചാളുകൾ റേഷൻ സാധനങ്ങളും കൊണ്ട് അങ്ങോട്ട് പോയി. പോയവര് യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഉപ്പാ, നിങ്ങളുടെ മകൻ മോഷണം നടത്തിയ കാരണം ശിക്ഷ കൊടുക്കാൻ വേണ്ടി രാജാവ് പിടിച്ചു വെച്ചിരിക്കുന്നു. ഞങ്ങൾ നുണ പറയുകയല്ല, സത്യമാണ് പറയുന്നത്. അടുത്ത് തന്നെ വരുന്ന കച്ചവട സംഘം ഞങ്ങളെ പിന്നിലുണ്ട്, അവരോടും ചോദിച്ചോളൂ ഇത് തന്നെയല്ലേ നടന്നത് എന്ന്. ഞങ്ങളൊരു നിലക്കും കള്ളം പറയുന്നില്ല. മകൻ അവിടെയുണ്ട്, കൊട്ടാരത്തിൽ രാജാവ് പിടിച്ചു വെച്ചിട്ടുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാം സങ്കടത്തിന്റെ മേലെ സങ്കടമായി. അപ്പോഴും മക്കളോട് പറഞ്ഞു, മക്കളെ, അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീആ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. നിങ്ങളെ മനസ്സിനൊരു കാര്യം തോന്നിയത് നിങ്ങൾ ചെയ്തു, അത് നിങ്ങൾ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ ക്ഷമ പാലിക്കുന്നു. എല്ലാവരെയും അല്ലാഹു എനിക്ക് കൊണ്ടുതരും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെയും വീട്ടിൽ വന്ന സഹോദരങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വീണ്ടും മിസ്റിലേക്ക് പോകണം. സഹോദരൻ ഉള്ളയിടത്തോ അതിന്റെ പരിസരത്തോ യൂസുഫ് നബിയെ നിങ്ങൾ തിരയണം. ആ സഹോദരൻ അവിടെ ഉണ്ടോ എന്ന് കൊട്ടാരത്തിൽ പോയി നോക്കണം. പരിസരങ്ങളിൽ എവിടെയെങ്കിലും യൂസുഫ് ഉണ്ടോ എന്നും നിങ്ങൾ അന്വേഷിക്കണം. റേഷൻ കൊണ്ടുവന്ന് വെച്ച ആളുകൾ തിരികെ വീണ്ടും മിസ്റിലെത്തിയപ്പോ 10 ആളുകളെയും ഒരുമിച്ച് റൂമിലേക്ക് വിളിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, അല്ലാ,
നിങ്ങൾക്ക് എന്നെ അറിയുമോ? ഇല്ലെന്ന് 10 ആളും പറഞ്ഞപ്പോ ഹൽ അലിംതും മാ ഫഅൽതും ബിയൂസുഫ വഅഖീഹി ഇദ് അൻതും ജാഹിലൂൻ. ഒരു 10-60 കൊല്ലം മുമ്പുള്ള കഥയാണ്, നിങ്ങൾ മറന്നോ? യൂസുഫിനെയും സഹോദരനെയും വിവരമില്ലാത്തൊരു കാലത്ത് നിങ്ങൾ വേട്ടയാടിയതും ചെയ്തതും ഓർമ്മയുണ്ടോ? സ്വന്തം സഹോദരന്മാരിത് കേട്ടപ്പോ രാജകസേരയിൽ പ്രൗഢിയോടെ ഇരുന്നിട്ട് രാജാവിന്റെ റോള് മുഴുവനും കൈകാര്യം ചെയ്യുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം ഇത് ചോദിച്ചപ്പോ ഖാലൂ വ ഇന്നക ലഅൻത യൂസുഫു, നിങ്ങളാണോ ആ യൂസുഫ്? ഞങ്ങൾ അന്ന് കിണറ്റിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ യൂസുഫ് നിങ്ങളാണോ? ഖാല അന യൂസുഫു വഹാദാ അഖീ, ഞാൻ തന്നെയാണ് യൂസുഫ്, ഇതെന്റെ സഹോദരൻ ബിന്യാമീനുമാണ്. ഖദ് മന്നല്ലാഹു അലൈനാ, അല്ലാഹു ഞങ്ങൾക്ക് വലിയ അനുഗ്രഹം ചെയ്തു. നിങ്ങൾ എന്നെ കിണറ്റിൽ വലിച്ചെറിഞ്ഞു, യാത്രാസംഘം അവിടുന്ന് പൊക്കിയെടുത്തു, അടിമച്ചന്തയിൽ എന്നെ കൊണ്ടുപോയി വിറ്റു. ആ അടിമച്ചന്തയിൽ നിന്ന് നല്ല മൂല്യം വില കൊടുത്ത് ഈ രാജാവ് കൊട്ടാരത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു. അടിമയായി ഞാൻ ഈ കൊട്ടാരത്തിൽ കുറച്ചു കാലം താമസിച്ചു. പിന്നീട് സലീഹയുടെ കാരണം എനിക്ക് ജയിൽ താമസമാണ് നല്ലതെന്ന് ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് ചോദിച്ചു വാങ്ങി. അങ്ങനെ ജയിലറയിൽ ഞാൻ താമസിച്ചു. വീണ്ടും ഞാൻ സത്യവാനാണെന്ന് എല്ലാവർക്കും തിരിഞ്ഞു. സലീഹയും അത് പ്രഖ്യാപിച്ചു. രാജാവും കുടുംബവും ഒരുമിച്ചത് പറഞ്ഞപ്പോ രാജാവിനുണ്ടായ ഒരു സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇവിടെ ശമ്പളം വാങ്ങുന്ന വ്യാഖ്യാതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ അള്ളാഹു എനിക്ക് തന്ന പ്രത്യേക ഇൽമു വെച്ചുകൊണ്ട് ഞാൻ അതിന്റെ ശരിയായ പുലർച്ചെ അങ്ങ് തുറന്നു പറഞ്ഞപ്പോ രാജാധികാരം എന്റെ കയ്യിലേൽപ്പിച്ച് എന്നോട് ഭരണം നടത്താൻ, സാമ്പത്തിക വകുപ്പ് പൂർണ്ണമായും കൈകാര്യം ചെയ്യാൻ രാജാവ് എന്നെ ഏൽപ്പിച്ചുപോയി. ഇതൊക്കെ കിട്ടാനുള്ള കാരണം അറിയുമോ? ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. ആര് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നോ, മുത്തഖീങ്ങൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം വയസ്ബിർ, അവർ സ്വബർ ചെയ്ത് ജീവിക്കുന്നു, പരീക്ഷണങ്ങളിൽ പതറാതെ സ്വബർ ചെയ്യുന്നു, ആരാധനകളിൽ ശരീരം തളച്ചിട്ട് സ്വബർ ചെയ്യുന്നു, അനാവശ്യങ്ങളിൽ നിന്ന് ശരീരത്തെ മോചിപ്പിച്ച് സ്വബർ ചെയ്യുന്നു. എല്ലാ നിലക്കുമുള്ള സ്വബർ, 3 നിലക്കുമുള്ള സ്വബർ യൂസുഫ് നബി അലൈഹിസ്സലാം 60 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ മഹാനവർകൾ നേടിയെടുത്തു പോയി. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഇത്രയും വലിയ അക്രമങ്ങൾ ചെയ്ത് തന്നെ പരീക്ഷണത്തിന് വിധേയമാക്കിയ ചെറുപ്പക്കാരോട്, സഹോദരങ്ങളോട് ഒരു വിദ്വേഷവും പാലിക്കാതെ, ഒരു പകയും വീട്ടാതെ അവർക്ക് സ്നേഹത്തിന്റെ റേഷനും കൊടുത്ത് നല്ല സ്വബർ പാലിച്ചു. കാണാൻ നല്ല ചൊങ്കും ചൊറുക്കുമുള്ള സൗന്ദര്യവതിയായ സലീഹ തന്റെ ശരീരത്തെ ആകർഷിപ്പിക്കുന്ന വിധം സംസാരത്തിലും സമീപനത്തിലും തന്നോട് സമീപിച്ചപ്പോ നല്ല സ്വബർ പാലിച്ച് ജീവിച്ചു. ആ സലീഹയുടെ കാരണം അള്ളാഹുവിൽ നിന്ന് ദുആ ചെയ്ത് ചോദിച്ചു വാങ്ങിയ പരീക്ഷണത്തിന്റെ ഘട്ടങ്ങളായ 30 വർഷം ജയിലറയിൽ കഴിഞ്ഞപ്പോഴും സ്വബറോടെ ജീവിച്ചുപോയി. ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. ആര് തഖ്വയിൽ അധിഷ്ഠിതമായി സ്വബർ ചെയ്ത് ജീവിക്കുന്നോ അത്തരത്തിൽ ഒരാൾക്കും ലഭിക്കേണ്ട പ്രതിഫലം അല്ലാഹു നഷ്ടപ്പെടുത്തുകയില്ല. സഹോദരങ്ങൾ മുഴുവനും പറഞ്ഞു, തല്ലാഹി ലഖദ് ആസറക്കല്ലാഹു അലൈനാ വഇൻ കുന്നാ ലഖാതിഈൻ. അല്ലാഹു നിങ്ങൾക്ക് വലിയ സ്ഥാനം തന്നല്ലോ, നമ്മളെക്കാളും എത്ര വലിയ ബഹുമാനമാണ് അല്ലാഹു നിങ്ങൾക്ക് തന്നത്. നമ്മൾ കുറ്റക്കാരായല്ലോ, ധാരാളം അബദ്ധം ചെയ്തവരായല്ലോ. കുറ്റവും അബദ്ധവും ഒക്കെ ഏറ്റു പറഞ്ഞപ്പോ
നിങ്ങൾ നോക്കി എവിടുന്നാ അത് ഏറ്റുപറയുന്നത്? കൊട്ടാരത്തില് നേരെ അപ്പുറത്ത് വലിയ ജയിലുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ നമ്മുടെ സദസ്സിന് നസീഹത്തിനും ദുആഇനും നേതൃത്വം നൽകുന്നതിന് വേണ്ടി സയ്യിദവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എല്ലാവരും ഇരിക്കുക. പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ സദസ്സിലേക്ക് കയറിയിരിക്കുക. കഴിവിൻ്റെ പരമാവധി ഇതാ കുറച്ച് മുന്നോട്ട് കുറച്ച് സ്ഥലമുണ്ട്, കയറിയിരിക്കുക. ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ മുന്നോട്ടിരുന്നിട്ട് ബാക്കിൽ കുറച്ച് ആൾക്കാർ മുന്നോട്ട് കയറിയിരിക്കുകയാണെങ്കിൽ നമ്മൾ പതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാബിഖൂല മഗ്ഫിറത്തും മിർ റബ്ബിക്കും, മുന്നോട്ട് കയറിയിരിക്കുകയാണെങ്കിൽ നമുക്ക് 2 കൂലി കിട്ടും. ഒന്ന് മുന്നോട്ട് കയറിയിരുന്നു എന്നുള്ള കൂലിയും കിട്ടും, ബാക്കിൽ ഒരാളെ ഇരുത്തി എന്നുള്ള കൂലിയും കിട്ടും. അപ്പോൾ 2 കൂലിയായി. നമ്മൾ കയറിയിരുന്ന കാരണമാണല്ലോ ബാക്കിൽ ഒരാൾ വന്നിരുന്നത്, അപ്പം അതും കാരണമായി. അതുകൊണ്ട് മുന്നിലേക്ക് കയറിയിരിക്കണം. അവിടെ പുറത്ത് നിൽക്കുന്ന സഹോദരങ്ങളൊക്കെ, ആ റോഡിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരൊക്കെ സദസ്സിലേക്ക് വന്നിരിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞ വിഷയം പൂരിപ്പിക്കുക. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ സുഹൃത്തുക്കളോട് 10 ആളുകളും വലിയ തെറ്റല്ലേ ചെയ്തത്? ബാപ്പക്ക് എന്തൊരു സ്നേഹമായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാമിനോട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് എന്തൊരു സന്തോഷമായിരുന്നു ഉപ്പയോടുകൂടെയുള്ള ജീവിതത്തിൽ. അതൊരു 25 കൊല്ലം കൂടി തേക്കാൻ അവർ അയച്ചില്ലല്ലോ. അവരെ മനസ്സിൽ പിടികൂടിയ ഹസദ് കാരണം, ആ ഹസദ് ഇങ്ങനെ മൂർജിച്ചു വന്നപ്പോ ബാപ്പയിൽ നിന്ന് സ്വന്തം മകനെ അടർത്തിയെടുത്തു കൊണ്ടുപോയി തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ സഹോദരങ്ങളോട് ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ, നിങ്ങളോട് എനിക്കൊരു പ്രതികാരവും തീർക്കാനില്ല. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കേസുകൊണ്ടോ ഒന്നും ഞാൻ നിങ്ങളോട് പ്രതികാരം തീർക്കുന്നില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പാക്കി തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ, ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, ജ്യേഷ്ഠന്മാരിൽ നിന്ന് വല്ല ദുസ്വഭാവങ്ങളും നേരിട്ടാൽ, അനുജന്മാരിൽ നിന്ന് വല്ല ദുസ്വഭാവങ്ങളും നേരിട്ടാൽ, സഹോദരന്മാരിൽ നിന്ന് വല്ല വാക്കിന്റെ അബദ്ധമോ സാമ്പത്തിക ഇടപാടിലെ എന്തെങ്കിലും വിഷയമോ നേരിട്ടാൽ, അത് ചെറിയ അതിര് തർക്കമാണെങ്കിലും ശരി, ഭൗതികതയുടെ പേരിലുള്ള എന്താണെങ്കിലും ശരി, വിട്ടുവീഴ്ച ചെയ്തിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം സ്നേഹം ചെയ്തതുപോലെ, മാപ്പ് കൊടുത്തതുപോലെ നമ്മൾ മാപ്പ് കൊടുത്ത് സഹകരണ ജീവിതം നയിക്കണം. എന്നാൽ അള്ളാഹു തരുന്ന മഗ്ഫിറത്ത് കയ്യും കണക്കുമില്ല. ആ 10 സഹോദരങ്ങളും ചുറ്റും കൂടിയിരുന്ന് സംസാരിക്കുമ്പോ അവരോട് യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, നമ്മളെ വാപ്പാന്റെ ഹാലെന്താണ്? അവര് പറഞ്ഞു, ബാപ്പ നിങ്ങളെ ആലോചിച്ച് കരയാത്ത ദിവസമില്ല, സങ്കടം പറയാത്ത ദിവസമില്ല. എന്തെങ്കിലും ഒരു സൗന്ദര്യമുള്ള ഒരാളെ കണ്ടാൽ, നല്ല സംസാരം സംസാരിക്കുന്ന ഒരാളെ കിട്ടിയാൽ, നല്ലൊരു സുഗന്ധവാസന അടിച്ച് വീശിയാൽ, അപ്പോഴൊക്കെ ബാപ്പ നിങ്ങളെ പറയാറുണ്ട്. പറഞ്ഞ് കരഞ്ഞ് ഹത്തബിയല്ലത്ത് ഐനാഹു മിനൽ ഹുസ്നി ഫഹുവ കലീം, ബാപ്പയുടെ കണ്ണിന്റെ കൃഷ്ണമണി പോലും വെളുത്തുപോയി. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, സഹോദരങ്ങളെ, എന്റെ കുപ്പായമിതാ, ഇദ്ഹബൂ ബിഖമീസി ഹാദാ, ഈ കുപ്പായം അത് ധരിച്ച കുപ്പായമല്ല, അപ്പുറത്തുനിന്നൊരു കുപ്പായം ഇങ്ങ് എടുത്തു കൊടുത്തു. ആ കുപ്പായം ചെറിയ കുപ്പായമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ഇപ്പൊ വലിയ ആളായിട്ടുണ്ട്. അന്ന് ധരിച്ചിരുന്ന ഈ കുപ്പായം ഏതാണ്?
ജിബ്രീൽ അലൈഹിസ്സലാം ധരിപ്പിച്ച കുപ്പായമാണ്. ആ കുപ്പായം ആരുടേതാണ്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീയിലേക്ക് നമ്രൂദ് എറിഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ ധരിപ്പിച്ചിരുന്നൊരു കുപ്പായമുണ്ട്. അതേ കുപ്പായമാണ് പൊട്ടക്കിണറ്റിലേക്ക് തന്റെ സഹോദരങ്ങൾ ധരിച്ചിരുന്ന ഷർട്ട് അയച്ചിട്ട് കീറിപ്പറിച്ചിട്ട് ഷർട്ടില്ലാതെ കിണറ്റിലേക്ക് താഴ്ത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ധരിപ്പിച്ച കുപ്പായം. ഈ കുപ്പായം കൊണ്ടുപോയി എന്റെ ബാപ്പയുടെ മുഖത്തേക്ക് ഇടണം. യഅതി ബസീറാ, ബാപ്പക്ക് നല്ല കാഴ്ച ശക്തി കിട്ടും. എന്നിട്ട് വഅതൂനി ബിഅഹ്ലികും അജ്മഈൻ, നിങ്ങളെ ഉമ്മാനെ, എന്റെ ഉമ്മ മരിച്ചു പോയല്ലോ, നിങ്ങളെ ഉമ്മയുണ്ടല്ലോ എന്റെ മൂത്തമ്മ, ആ ഉമ്മയെയും നിങ്ങളെ മക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും ഒന്നാകെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം. ഇനിയുള്ള കാലം താമസം ഇവിടെ തന്നെ. മക്കൾ കുറച്ച് ആളുകൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സവിധത്തിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ട വിവരങ്ങളൊക്കെ പറയാൻ വേണ്ടി നേരത്തെ കുറച്ച് ആളുകൾ പോയി സഹോദരങ്ങളെ കൂട്ടത്തിൽ നിന്ന്. അപ്പൊ പിന്നാലെ 2-3 ആളുകൾ ഈ കുപ്പായവും കൊണ്ട് പിന്നാലെ 2-3 ആളുകൾ പോയപ്പോ വീട്ടിലുള്ള മക്കളോട് യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നി ലഅജിദു റീഹ യൂസുഫ ലൗലാ അൻ തുഫന്നിദൂൻ. മക്കളെ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വാസന ഞാൻ നന്നായി ആസ്വദിക്കുന്നുണ്ട്, ആ വാസന എനിക്ക് കിട്ടുന്നുണ്ട്. എത്ര ദൂരണ്ട് അതിനിടക്ക് വാസന കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ മക്കള് പറഞ്ഞു, തല്ലാഹി ഇന്നക ലഫീ ളലാലിക്കൽ ഖദീം. ബാപ്പ ഇപ്പൊ നിങ്ങൾ പഴയ സിദ്ധാന്തത്തിൽ തന്നെയാണ്. നല്ലൊരു വാസന കിട്ടിയ അപ്പൊ പറയാം എന്റെ യൂസുഫിന്റെ മണാണ്. നല്ലൊരു മുഖം കണ്ടാ പറയും എന്റെ യൂസുഫിന്റെ മുഖം പോലെ ഉണ്ട്. നല്ല വസ്ത്രം ധരിച്ചെടുക്കുന്ന ഒരാളെ കണ്ടാ പറയും അങ്ങനെ തന്നെയാണ് എന്റെ യൂസുഫും വസ്ത്രം ധരിക്കുന്നത്. പഴയ നിങ്ങൾ ആ മനസ്സിലുള്ള ആ സ്നേഹം കൊണ്ട് നിങ്ങൾ ഇപ്പോഴും പറയാണ്. അല്ല, കുറച്ച് കഴിഞ്ഞപ്പോ സഹോദരങ്ങള് വസ്ത്രവുമായി വന്നിട്ട് വാപ്പയുടെ മുഖത്ത് ആ വസ്ത്രം ഇട്ടപ്പോ പൂർണ്ണ കാഴ്ച തിരിച്ചു കിട്ടി. അപ്പൊ വീട്ടിലുള്ള മക്കളോട് നേരത്തെ പറഞ്ഞവരോട് യാക്കൂബ് നബി അലൈഹിസ്സലാം ചോദിച്ചു, അലം അഖുല്ലക്കും ഇന്നി അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ അറിയാത്ത പലതും ഞാൻ അറിയുമെന്ന്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? യൂസുഫ് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നും യൂസുഫിന്റെ വാസന ഞാൻ അനുഭവിച്ചൊക്കെ ശരിയല്ലേ? എല്ലാ മക്കളും 10 ആളും അപ്പോഴേക്ക് അവിടെ എത്തിയിട്ടുണ്ട്. അവരെ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, യാ അബാനാ ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. ബാപ്പാ, 1 കൊല്ലമല്ല, 2 വർഷമല്ല, 70 വർഷമായില്ലേ ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി. എത്ര നുണയാ ഞങ്ങൾ പറഞ്ഞത്, എത്ര അബദ്ധങ്ങളാ ഞങ്ങൾ ചെയ്തത്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് എത്ര ഇല്ലാ കഥകൾ ഞങ്ങൾ പറഞ്ഞു. തെറ്റുകുറ്റങ്ങൾ ഒരുപാട് ഞങ്ങൾ ചെയ്തു പോയി ബാപ്പാ. ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചു തരണേ. ഉപ്പമാരെ, ഉമ്മമാരെ, ഏതെങ്കിലും ദുർബല നിമിഷത്തില് നമ്മളെ മക്കളിൽ നിന്ന് സഹിക്കാൻ പറ്റാത്ത സംഗതികൾ ഉണ്ടായി എന്ന് കൂട്ടിക്കോളൂ. ഞാൻ ഒറ്റ ഉദാഹരണവും പറയുന്നില്ല. അത് വീട് വിട്ട് ഇറങ്ങിപ്പോയതാണെങ്കിലും ശരി, സാമ്പത്തികമായി എന്തെങ്കിലുമൊക്കെ ദുരുപയോഗം നടത്തിയതാണെങ്കിലും ശരി, കൂട്ടുകാരുടെ ഒപ്പം കൂടിയിട്ട് ഏതെങ്കിലും അനാവശ്യത്തിൽ സംബന്ധിച്ചതാകട്ടെ, ദുർബല നിമിഷത്തിൽ അബദ്ധം ചെയ്തിട്ട് നന്നാകണമെന്ന മനസ്സോടെ തിരിച്ചു വരുന്ന മകനെ നിങ്ങളുടെ ആഢ്യത്വം ഉപയോഗിച്ച്, കാരണോസ്ഥാനം ഉപയോഗിച്ച്, തറവാട് മഹിമയുടെ മഹത്വം പരിഗണിച്ച്, നിങ്ങളുടെ നാട്ടിൽ മുതിർന്ന ആളാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആട്ടി ഓടിക്കല്ല, തള്ളിവിട്ടേക്കല്ല. എത്ര പ്രാഗൽഭ്യമുണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്. അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്ന മഹാനല്ലേ. 70 കൊല്ലം 10 മക്കളും ചെയ്ത അബദ്ധങ്ങള് എണ്ണി എണ്ണി ബാപ്പാന്റെ മുന്നിൽ നിരത്തിയപ്പോ ഇറങ്ങിപ്പോയടാന്നല്ലോ ബാപ്പ പറഞ്ഞത്. മക്കളെ, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടും മക്കളെ.
നിശ്ചയം നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും. അള്ളാഹു കൂടുതൽ മാപ്പ് ചെയ്യുന്നവനാണ്. നിങ്ങൾക്കും അള്ളാഹു മാപ്പ് തരും, നിങ്ങളെയും അള്ളാഹു നന്നാക്കും. കണ്ടോ ബാപ്പ പറഞ്ഞത് പൊറുത്ത് തരൂലെന്നല്ല, ഒരു കാലത്തും പൊരുത്തപ്പെടൂലെന്നല്ല, അള്ളാഹിനോട് മാപ്പ് ചോദിക്കൂലെന്നല്ല. സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സഹിക്കാൻ കഴിയാത്ത നഷ്ടം ആ ഉപ്പാക്ക് വന്നിട്ടില്ലേ? കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ചക്ക് സാരമായ പരിക്ക് വന്നിട്ടില്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ എത്ര സങ്കടപ്പെട്ടു, ബിന്യാമീൻ എന്ന സഹോദരൻ എത്ര സങ്കടപ്പെട്ടു. സങ്കടങ്ങളുടെ കഥകൾ അങ്ങ് വായിച്ചാൽ 70 കൊല്ലത്തിലധികമില്ലേ? തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പറയുന്നു, യൂസുഫ് നബി അലൈഹിസ്സലാം പിരിഞ്ഞു പോയതിനു ശേഷം പിന്നെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് ബാപ്പയും കുടുംബങ്ങളും വന്നിട്ട് ബാപ്പാനെ കാണുമ്പോ പിരിഞ്ഞു പോയതിനും ഈ കാഴ്ചക്കും ഇടയിൽ 80 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ കണക്കല്ല കേട്ടോ. പൊറുക്കലിനെ ചോദിക്കും എന്ന് പറഞ്ഞ ബാപ്പ, എന്റെ സഹോദരങ്ങളെ, ഉപ്പമാരെ, അന്നത്തെ ദിവസം ഒരു വ്യാഴാഴ്ചയായിരുന്നു. അന്ന് രാത്രി വെള്ളിയാഴ്ച രാവിനൊക്കെ പഴയ കാലത്ത് നമ്മളെ നാട്ടിൽ എന്തൊരു മഹത്തായിരുന്നു എന്നറിയോ? അതൊക്കെ മഗ്ഫിറത്തിന്റെ ഒരു മാർഗമാണ്. വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് ധാരാളം ചൊല്ലും. ഇസ്തിഗ്ഫാർ ചുരുങ്ങിയ 100 ചെല്ലാതിരിക്കൂല. യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ ചൊല്ലും. അതാര്? വലിയ നാട്ടിലെ ആലിമുല്ലല്ലാമായ ആൾക്കാരല്ല, നമ്മളെ നാട്ടിലെ പഴയ കാലത്തെ സാധാരണക്കാരായ ബാപ്പാരുമാരൊക്കെ. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, ഇന്ന് സാധാ രാവല്ല, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഇന്ന് മഹത്വം നിറഞ്ഞ രാവാണ്. സ്വലാത്ത് ധാരാളം ചെല്ലേണ്ട രാവാണ്. ഇസ്തിഗ്ഫാർ കൂടുതൽ അല്ലാഹുവിനോട് ചോദിക്കേണ്ട രാവാണ്. കൂടുതൽ അല്ലാഹു തആല ഉത്തരം ചെയ്യുന്ന രാവാണ് എന്ന് കണക്കുകൂട്ടി അന്നത്തെ രാത്രി അത്തായത്തിന്റെ നേരത്ത് 10 മക്കളെയും ബാപ്പ വിളിച്ചുണർത്തി യാക്കൂബ് നബി അലൈഹിസ്സലാം. ആ 10 മക്കളും പിന്നാലെ നിന്ന് ബാപ്പയുടെ ദുആക്ക് ആമീൻ പറയുന്നു. അത്തായത്തിന്റെ നേരത്ത് ബാപ്പ ദുആർക്കുന്നു, അല്ലാഹുവേ, എന്റെ ഈ 10 മക്കളും എന്നോട് അബദ്ധം ചെയ്തു പോയി, നിന്നോട് അബദ്ധം ചെയ്തു പോയി. മാപ്പ് കൊടുക്കണേ അല്ലാ, അവരെ നന്നാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ, നിന്റെ ദാക്കിരീങ്ങളിൽ പെടുത്തണേ അല്ലാ. പിന്നാലെ നിന്ന് മക്കൾ പറയുന്നു ആമീൻ ആമീൻ ആമീൻ. വെള്ളിയാഴ്ച രാവ്, ഒരൊറ്റ വെള്ളിയാഴ്ച രാവ് അങ്ങനെ ദ്വാർന്നപ്പോ ആ 10 മക്കളുടെ ജീവിതവും അല്ലാഹു മാറ്റിമറിച്ചു. ഈ 10 മക്കളെ കൂടെ കൊട്ടാരത്തിൽ 70 ചില്ലാനം കുടുംബാംഗങ്ങളുമായി അവർ താമസിക്കുമ്പോ ഈ മക്കളെ കൂടെ 25 കൊല്ലം പിന്നെയും യാക്കൂബ് നബി അലൈഹിസ്സലാം ജീവിച്ചിട്ടുണ്ട്. ഖുർആൻ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു, ഈ 10 മക്കളെയും അല്ലാഹു അവന്റെ ഔലിയാക്കളിൽ ഉൾപ്പെടുത്തിപ്പോയി. തെറ്റുകുറ്റങ്ങൾ ചെയ്ത് സജീവമായ 70 വർഷത്തെ മാപ്പുകൾ, പാപക്കറകൾ മുഴുവനും ഉപ്പാന്റെ കണ്ണീരിൽ ചാലിച്ച ആത്മീയതയിലൂന്നിയ അത്തായ നേരത്തുള്ള പ്രാർത്ഥന കൊണ്ട് അല്ലാഹു സ്വീകരിച്ച് ഉത്തരം നൽകിയിട്ട് ആ 10 ആളുകളും അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ ഇടം പിടിച്ച രീതിയിൽ ജീവിക്കുന്നത് കാണാൻ ബാപ്പയായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തൗഫീഖ് നൽകി. പറഞ്ഞ വിഷയം മറക്കരുത്. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളെ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ പെട്ടെന്ന് ഉയർന്നു വരണം. മത്സര ബുദ്ധിയോടെ ഓടി വരണം. ആ മഗ്ഫിറത്തിന്റെ ഒരു മാർഗം പറഞ്ഞപ്പോ വിശദീകരിച്ചതാണ് മറ്റുള്ളവരിൽ നിന്നുള്ള അന്യായങ്ങൾ മാപ്പാക്കി കൊടുക്കുക. അല്ലാഹു നമുക്ക് മാപ്പ് തരാൻ, അല്ലാഹു നമ്മുടെ കറകളൊക്കെ മാറ്റാൻ ഏറ്റവും നല്ല മാർഗമാണത്. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന മാർഗങ്ങളിൽ മഗ്ഫിറത്തിന് ഏറ്റവും കാരണമായൊരു വിഷയമാണിത്. മറ്റൊന്ന് സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട മേഖലകളിൽ മറക്കാതെ ചൊല്ലുക.
റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന ദുആകൾ ഒരു ദിവസവും വിടാതിരിക്കുക. ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദുആയല്ലേ ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ഇസ്തിഗ്ഫാർ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ദുആയാണ്. ആമനർ റസൂൽ ഇസ്തിഗ്ഫാർ കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. അതേ കിടക്കാൻ പോകുന്ന സമയത്തും ആമനർ റസൂൽ ഓതൽ സുന്നത്തുണ്ട്. അതിലില്ലേ മാപ്പ് ചോദിക്കുന്ന ദുആയല്ലേ കാര്യമായിട്ടുള്ളത്. റബ്ബനാ ഗുഫ്രാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ. പിന്നെ ചോദിക്കുന്ന 7 ചോദ്യങ്ങളും ഇജാബത്തുള്ള ദുആയാണ്. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ. ഞങ്ങളുടെ മുൻഗാമികൾക്ക് നീ ഭാരിച്ച ശിക്ഷ നൽകിയതുപോലെ ഞങ്ങൾക്ക് ഭാരിച്ച ശിക്ഷയും പ്രയാസങ്ങളും ഒന്നും തരല്ലേ അല്ലാ. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ തരല്ലേ അല്ലാ. ശിക്ഷാമുറകളൊന്നും നൽകല്ലേ അല്ലാ. നിന്റെ മാപ്പാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അതൊക്കെ മാപ്പിന്റെ ചോദ്യങ്ങളാണ്. അതേ ആമനർ റസൂൽ ഓതണം. ഓതേണ്ട സന്ദർഭങ്ങളിലൊക്കെ അത് പതിവാക്കണം. സഹോദരങ്ങളെ, ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അത് ഓതാതെ വിട്ടേക്കരുത്. കിടന്നുറങ്ങുമ്പോൾ സുന്നത്തുണ്ട്. ഹദ്ദാദ് റാത്തീബിലും കണ്ടില്ലേ ആമനർ റസൂൽ ഓതുന്നത്. അതേ രാവിലെ സമയത്ത് ചൊല്ലുന്ന ഔറാദുകളിലും ആ പ്രാർത്ഥനയുണ്ട്. ഏഴ് ദുആയും അദ്ഇയത്തുൻ മുസ്തജാബ. ആമനർ റസൂലിന്റെ അവസാനമുള്ള 7 ദുആകൾ ഉത്തരം നൽകപ്പെടുന്ന ദുആകളാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 ദുആയുണ്ട് അതിന്റെ അവസാനത്തിൽ. അതിൽ കാര്യമായി ചോദിക്കുന്നത് അള്ളാഹുവിന്റെ മാപ്പാണ്, മഗ്ഫിറത്താണ്. മഗ്ഫിറത്ത് ചോദിക്കുന്ന ദുആകൾ അത് കൂടുതലാക്കുക. മാപ്പ് കിട്ടാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ്.